ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മൾ ഈ സൂറത്തുൽ അഅറാഫിൻ്റെ ഈ ഭാഗങ്ങളിലേക്ക് എത്തുമ്പോഴേ അത്യസാധാരണമായൊരു ലോകത്ത് നമ്മൾ എത്തിപ്പെട്ടതുപോലെയാണ് ഇതിൻ്റെ ഈ ഘടനയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്ക് തോന്നുക. അതായത് സ്ഥലകാല സീമകൾക്കപ്പുറത്തേക്ക് നമ്മൾ എത്തിപ്പെട്ട ഒരു രംഗത്തിലേക്ക് എത്തിപ്പെട്ടതുപോലെയാണ്. യാഥാർത്ഥ്യവും കൽപ്പിതവും ഷഹാദത്തും ഗൈബും ഭൂതവും വർത്തമാനവും ഭാവിയും ഭൂമിയും ആകാശങ്ങളും അടുപ്പവും അകലങ്ങളും ഒക്കെ കൂടി ഒന്നായി ചേർന്ന പോലെ. നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മുടെ ഭാഷയിലൊക്കെ പറയും ഈ മാജിക് റിയലിസം എന്നൊക്കെ പറയും. എന്ന അവസ്ഥയിൽ അതതിൻ്റെ ചെറിയൊരു രൂപത്തിൽ നമുക്ക് പറയുകയാണെന്ന് വെച്ചാൽ അങ്ങനെ പറയാം. അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടതുപോലെയാണ് നമ്മൾ ഈ അഅറാഫിൻ്റെ ഈ ഭാഗത്തേക്ക് എത്തുമ്പോൾ. അതായത് തികഞ്ഞ യാഥാർത്ഥ്യമാണ് ഈ പറയുന്നതൊക്കെ. തികഞ്ഞ യാഥാർത്ഥ്യം നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അതീവ ഗൗരവമായിട്ടാണ് പറയുന്നത്, അതിമനോഹരമായിട്ടാണ് പറയുന്നത്, അതേസമയം അതിഭയാനകവുമാണ്. ഒക്കെ കൂടി ഇങ്ങനെ ഒത്തുചേർന്ന ഒരു രംഗത്ത് നമ്മൾ എത്തിപ്പെട്ടതുപോലെയാണ് ഈ അഅറാഫിൻ്റെ ഈ ഭാഗങ്ങൾ. ഒരു മനുഷ്യൻ ഗർഭാശയത്തിൽ രൂപമെടുത്ത് വിവിധ ഘട്ടങ്ങൾ താണ്ടി പൂർണ്ണ മനുഷ്യനാവുന്നത് പോലെ, നമ്മൾ ഗർഭാശയത്തിൽ നമ്മൾ ഉടലെടുത്ത് വിവിധ ഘട്ടങ്ങളിൽ കടന്ന് നമ്മൾ ഒരു പൂർണ്ണ മനുഷ്യനാവുന്നത് പോലെ മരണത്തോടെ ആരംഭിച്ച് സ്വർഗത്തിലോ നരകത്തിനോ അവകാശികളാവുന്നത് വരെ വിവിധ ഘട്ടങ്ങൾ തരണം ചെയ്യേണ്ടതുണ്ട് ഒരു മനുഷ്യർക്ക്. മരണത്തോട് നമ്മൾ തുടങ്ങിയിട്ട് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മരണത്തിൽ തുടങ്ങി വിവിധ ഘട്ടങ്ങളാണ്, നിരവധി ഘട്ടങ്ങളുണ്ട്. മരിച്ച ഉടനെ പോയിട്ട് അങ്ങോട്ട് ഒരു ഒറ്റ ഘട്ടത്തിൽ കൂടെ നിരവധി ഘട്ടങ്ങളിലൂടെ കടന്നിട്ടാണ് നമ്മൾ നരകമോ സ്വർഗമോ ഒക്കെ അന്തിമമായി അവകാശമാക്കുന്നത്. അതില്ല തെറുക്ക പുന്ന തബക്കൻ തബക്ക് എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക ജീവിതത്തിലുണ്ട്, പരലോകത്തിലേക്കുള്ള ജീവിതത്തിലുമുണ്ട്. സ്വർഗനരകങ്ങളെക്കുറിച്ച് ഖുർആൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗൈബായ കാര്യങ്ങളാണ്. അതൊന്നും നമ്മൾ ഇവിടെ അനുഭവിക്കുന്നതോ പൂർണ്ണമായി അറിയുന്നതോ ഒന്നുമല്ല. മലക്കുകൾ നമ്മുടെ റൂഹുകളെ ഏറ്റെടുക്കുന്നതോടു കൂടി തന്നെ ഈ വിഭാഗത്തിൻ്റെ അനുഭവങ്ങൾ ആരംഭിക്കും. മലക്കുകൾ നമ്മളെ മരണത്തോടെ ഏറ്റെടുക്കുന്നതോടുകൂടി തന്നെ സ്വർഗത്തിൻ്റെയോ നരകത്തിൻ്റെയോ അനുഭവങ്ങൾ നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കും. അല്ലദീന തതവഫാഹുമുൽ മലായികത്തു ളാലിമി അൻഫുസഹും ഫഅൽഖൗസ്സലമ മാ കുന്നാ നഅമലു മിൻ സൂഇൻ ബല ഇന്നല്ലാഹ അലീമുൻ ബിമാ കുൻതും തഅമലുൻ. സൂറത്തുൻ നഹ്ലിൽ അള്ളാഹ് പറയുന്നൊരു വത്താന. അതായത് മലക്കുകൾ നിങ്ങളെ മരിപ്പിക്കുമ്പോൾ സ്വന്തത്തോട് അക്രമം ചെയ്യുന്നവർ ഇവരോടൊരു സന്ധിക്കൊക്കെ വേണ്ടി ശ്രമിക്കുന്നതാണ്. അതായത് ഈ അക്രമികളായ മനുഷ്യർ ഈ മലക്കുകളോട് ഇനി ഞങ്ങൾ മേലിലൊന്നും ചെയ്യില്ല എന്ന് അവരവിടെ ആണയിട്ട് പറഞ്ഞു നോക്കുന്നു. പക്ഷേ അവർ പറയണ ബല ഇന്നല്ലാഹ അലീമും ബിമാ കുൻതും, നിങ്ങളെന്തേ ചെയ്തിരുന്നൊക്കെ ഞങ്ങൾക്കറിയാമെന്നല്ല, അള്ളാഹ്ക്ക് നന്നായി അറിയാമായിരുന്നു. അപ്പോൾ അതിലൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പം കൈഫ ഇദാ തതവഫത്തുഹുമുൽ മലായികത്തു യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും. ആ മലക്കുകൾ അവരെ മരിപ്പിക്കുമ്പോൾ അവരുടെ മുതുകത്തും പുറത്തൊക്കെ ഇടിച്ചിട്ടാണ് കൊണ്ടുപോകുക എന്നാണ്. ആരുടെ? ഈ അക്രമികളായ. അതായത് ഇത് ഇവിടുന്ന് തന്നെ തുടങ്ങും ഈ പരിപാടി എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. ഇവിടെ സ്വർഗാവകാശികളാകാൻ പോകുന്നവരും നരകാവകാശികളാവാൻ പോകുന്നവരും പരസ്പരം ബന്ധപ്പെട്ട് സംസാരിക്കുന്ന രംഗമാണ്. പരസ്പരം ഇവരങ്ങോട്ട് സംസാരിക്കുന്നൊരു രംഗത്തോടെയാണ് ഈ ഭാഗം തുടങ്ങുന്നത്. സ്ഥലകാലങ്ങളും ദൂരപരിധികളുമൊക്കെ അപ്രസക്തമാകുക ഇവിടെ. അതായത് ഇവിടെ അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ കൂടി നിൽക്കുന്ന ചെറുതോ വലുതോ ആയൊരു മൈതാനമായിട്ട് നമ്മൾ സങ്കല്പിക്കും. അതായത് ഇങ്ങനെ നരകക്കാരും സ്വർഗക്കാരും കൂടി സംസാരിക്കും എന്ന് പറയുമ്പോൾ നമ്മളുടെ കാഴ്ചപ്പാടിലൊരു കാണലും കേൾക്കലൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോവും. അങ്ങനെ പോവരുത്, അതാണ് ഇതിൻ്റെ സംഗതി. അങ്ങനെ പോകാൻ പാടില്ല. നമ്മളിതൊരു ചെറിയ ഇടമായിട്ട് കാണരുത്. അങ്ങനെ ഒരു സങ്കല്പത്തിൽ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ എന്താ വെച്ചാൽ ഇനി വരുന്ന ആയത്തുകളൊക്കെ നമുക്ക് പ്രശ്നമാവും. അപ്പം നമ്മളിതിനെ ഒരു ഭാവനയുടെ വലിയൊരു ലോകത്തേക്ക് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് മാറ്റി പ്രതിഷ്ഠിക്കേണ്ടതുണ്ട്. അതായത് ഈ ഭൂമിയിൽ നിന്ന് നമ്മളങ്ങ് നമ്മൾ തന്നെ അങ്ങോട്ട് കണക്കാക്കണം. ഇപ്പം നമുക്കിത് മനസ്സിലാക്കാൻ വലിയ പ്രശ്നമൊന്നുമില്ല. ഇത് പറയുന്ന കാലത്ത് ഇപ്പോൾ അത് 1450 1500 കൊല്ലം മുമ്പേ ഈ പറഞ്ഞതൊന്നും അങ്ങനെ മനസ്സിലാക്കാൻ എളുപ്പമല്ല. അത് അതിഗംഭീരമായ വിശ്വാസം ഉണ്ടെങ്കിൽ റസൂലാണ് ഈ പറയുന്നത് എന്നുള്ള നല്ല ബോധം ഉണ്ടെങ്കിലേ അന്നേ വിശ്വസിക്കുള്ളൂ. ഇന്നിപ്പോൾ നമുക്ക് അഫ്ഗാനിൽ തോറാബോറ മലയിൽ ഇരുന്നിട്ട് ഒരാൾക്ക് അമേരിക്കയിൽ വീഡിയോ കോൾ ചെയ്യുക എന്ന് പറയുന്നത് ഒന്നും ഒരു പ്രശ്നമല്ല. അതായത് അത്രയും വിശാലമായ ഒരു ലോകത്തേക്ക് നമ്മുടെ കാഴ്ചയും പറച്ചിലൊക്കെ എത്തും.
പക്ഷേ ഈ പറയുന്ന കാലത്ത് അതൊന്നുമില്ല. ഏതായാലും അങ്ങനെ ഒരു നമ്മളിപ്പോൾ ഇത് കേൾക്കുമ്പോഴും നമ്മളും അങ്ങനെ ഒരു തലത്തിലേക്ക് മാറി നിന്നുകൊണ്ട് കേൾക്കണം. അതായത് സ്വർഗ്ഗക്കാരും നരകക്കാരുമായി സംസാരിക്കുമ്പോൾ നമ്മളിവിടെ അങ്ങനെ അപ്പുറത്ത് ഒരു ക്യൂവിൽ നിൽക്കുന്ന ആൾക്കാർ ഇപ്പുറത്ത് ക്യൂ നിൽക്കുന്ന ആൾക്കാരായിട്ട് സംസാരിക്കാനൊന്നും അങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് പോകരുത്. അതായത് തികഞ്ഞ ബോധ്യത്തോടെ പീഡനങ്ങളും പ്രയാസങ്ങളുമൊക്കെ സഹിച്ച് അവർ മുറുകെ പിടിച്ച ആ വിശ്വാസം അവർ സാക്ഷാത്കരിച്ചിരിക്കണം. അതായത് അവർ ഈ ഭൂമിയിൽ അവർ തികഞ്ഞ ബോധ്യത്തോടെ അവർ കൊണ്ടു നടന്ന ആ വിശ്വാസം അവർ സാക്ഷാത്കരിച്ചിരിക്കുന്നു. അപ്പോൾ ആ സാക്ഷാത്കരിച്ച ആളുകൾ അപ്പുറത്തുള്ള ആളുകളോട്, നരകത്തിൻ്റെ ആളുകളോട് ചോദിക്കുകയാണ്, വനാദ അസ്വഹാബുൽ ജന്നത്തി അസ്വഹാബന്നാർ. ഈ സ്വർഗത്തിൻ്റെ ആളുകൾ, സ്വർഗം വിധിയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടാ, പക്ഷേ അവർക്ക് ഏറെക്കുറെ മനസ്സിലായി ഉണ്ടാവുമല്ലോ ഞങ്ങൾ സ്വർഗത്തിലാന്ന്. കാരണം ഇവിടുന്ന് തുടങ്ങുമല്ലോ ഈ പരിപാടി. അപ്പോൾ അവർ ചോദിക്കാം, ഞങ്ങൾ ഇതുവരെ നടന്നതിലൊക്കെ ഞങ്ങളോട് ഞങ്ങളുടെ റബ്ബ് പറഞ്ഞതൊക്കെ ഞങ്ങൾക്കിത് അവിടെ കിട്ടിയിട്ടുണ്ട്, നിങ്ങളോട് നിങ്ങളുടെ റബ്ബ് പറഞ്ഞത് കിട്ടിയോ എന്നാണ് ചോദിക്കണത്. നിങ്ങൾക്ക് കിട്ടിയോ? അപ്പോൾ അവർ വളരെ വിനീതമായിട്ടാണ് പറയുന്നത്, കാലു നാം. ഇവിടുത്തെ അഹങ്കാരം അവിടെ കാണാൻ ഞാൻ. അവർ വളരെ വിനീതരായിട്ട് സമ്മതിക്കുകയാണ്, ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ട് ഞങ്ങളോട് പറഞ്ഞതൊക്കെയെന്ന്. അതായത് ഇവിടുന്ന് അള്ളാഹു പറഞ്ഞതൊക്കെ അവിടെ ചെന്നിട്ടാണ് അവർക്ക് ബോധ്യമാവുന്നത്. ഇവിടുന്ന് അവർ അതിനെ പരിഗണിക്കാനോ ശ്രദ്ധിക്കാനോ ഒന്നും അവർക്ക് നേരം ഉണ്ടായില്ല. പക്ഷേ അവിടെ അവർക്ക് ഇനി അതിനെ നിഷേധിക്കാനും നേരമില്ല, തർക്കിക്കാനും നേരമില്ല, ഒന്നിനും നേരമില്ല. അപ്പോൾ ഈ നിസ്സഹായാവസ്ഥയിൽ ഒരു മനുഷ്യൻ്റെ ഒരു ആകെയുള്ളൊരു മാറ്റം ഉണ്ടല്ലോ. ഏറ്റവും വെടക്കായനും ഏറ്റവും നന്നാകുന്നൊരു രംഗം ഇല്ലേ? ഇനിയിപ്പോൾ ഇതുകൊണ്ടെങ്കിലും വല്ല മെച്ചം കിട്ടിയാലോ, ഇവരോടെങ്കിലും സമ്മതിച്ചാൽ ഇനി അതുകൊണ്ടെങ്കിലും വല്ല മെച്ചം കിട്ടിയെങ്കിലോ എന്നുള്ള ആ ഒരു അവസ്ഥയെ നമുക്ക് കാണുക. അതായത് അതുകൊണ്ടാണ് കാലു നാം ഒന്നും പറയാതെ. ഇപ്പോൾ ഇവിടെയൊക്കെ പറയുമ്പോൾ നോക്കി നിങ്ങൾ ആ ആയത്തുകളിൽ തന്നെ നിങ്ങൾക്ക് കാണാം, അവിടെ വഖഫുകളൊക്കെ കാണാം. കണ്ട, ഇപ്പോൾ വഅദ റബ്ബുക്കും ഹക്ക എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു വഖഫുണ്ട്. പിന്നെ നോക്കി നിങ്ങൾ കാലു നാം അവിടെയുണ്ട് ഒരു വഖഫ്. അപ്പോൾ ഈ ഖുർആനിലെ വഖഫുകൾ തന്നെ സവിശേഷമായ ആശയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ വഖഫുകൾ. അപ്പോൾ അവിടെ നമ്മൾ ആ വഖഫ് പറയുമ്പോൾ തന്നെ അതിൽ ആ വഖഫിൻ്റെ ആ വർത്തമാനത്തിൻ്റെ ഇടയിൽ കുറേ അവസ്ഥകളുണ്ട്. അതും കൂടി നമ്മളിങ്ങനെ ഉരുത്തിരിച്ചെടുക്കുമ്പോഴാണ് നമ്മൾ ഈ ആയത്തുകളൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു സംസാരം അവിടെ നടക്കുക. ഇതൊക്കെ അങ്ങനെ അവരുടെ ഒരു ഓരോ ഘട്ടങ്ങളിലും നടക്കുന്ന കാര്യങ്ങളായി പറയുന്നത്. അപ്പോൾ അവിടെ പെട്ടെന്ന് ഒരു പ്രത്യക്ഷപ്പെടുന്ന ആര്, അതിനും ബൈനവും അവർക്കിടയിൽ ഒരു വിളംബരക്കാരൻ വരികയാണ്. അതായത് മതി നിങ്ങളാ വർത്താനം ഇവിടെ നിർത്തിക്കോളിന്ന്. കാരണം എന്താ ചോദിച്ചാൽ, നിങ്ങൾ ഈ വർത്താനം പറയണത് ലഅനത്തുല്ലാഹി അലൽ ളാലിമീൻ, അള്ളാഹുവിൻ്റെ ലഅനത്ത് കിട്ടിയ കൂട്ടരായിട്ട് നിങ്ങൾ ഈ വർത്താനം പറയണത്, നിർത്തിക്കോളാൻ. അവിടെ നിർത്തിയിട്ട് നിങ്ങൾ അവരുടെ പാട്ടിന് വിട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോയിക്കോളിന്നാണ്. ലഅനത്ത് കിട്ടിയ ആളുകളായിട്ട് നിങ്ങൾ സംസാരിക്കണേ അതൊന്നും അത്ര വേണ്ടാന്ന് പറയാനുള്ളത്. ഇതൊക്കെ ഈ മനുഷ്യന്മാരുടെ മനസ്സിലുണ്ടാവുന്ന ചില സാധ്യതകളുണ്ട്. ഇപ്പോൾ നമുക്കൊന്നും അത് അത്ര ഫീൽ ചെയ്യില്ലെങ്കിലും ഇപ്പോൾ ഈ ഫലസ്തീനിലും ഇവരൊക്കെ പീഡിപ്പിക്കപ്പെടുന്ന ആളുകളില്ലേ, അവരുടെയൊക്കെ മനസ്സിലുണ്ടാവില്ലേ ഇതൊക്കെ നമുക്കൊന്ന് ചോദിക്കണമെന്ന് ഉണ്ടാവില്ലേ? അതുകൂടി ഇവിടെ ഈ സംഗതികളിലൊക്കെ ഉണ്ട്. അതായത് ഇവർക്ക് ഓരോ ഘട്ടത്തിലും ചോദിക്കാനുള്ള അവസരമുണ്ട് എന്നുള്ളത് ഇവിടെ ശരിക്കും അതങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ആ അക്രമികളായ ആളുകൾ അവരങ്ങനെ ആയിപ്പെടാനുള്ള കാരണം എന്താണെന്നാണ്. അതിൻ്റെ ഒന്നാമത്തെ കാരണം യസുദ്ദൂന, അവർ സ്വയം തന്നെ ഈ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് അവരെ തുടങ്ങും, കൽപ്പിച്ചു കൂട്ടി അള്ളാഹുവിൻ്റെ മാർഗം വേണ്ട എന്നവർ തീരുമാനിച്ചു. എന്നാൽ വേണ്ടെന്ന് വെച്ചിട്ട് അവർ മാത്രം ജീവിക്കല്ല ചെയ്തത്, മറ്റുള്ളവരെ അതിൽ നിന്ന് തടയുകയും ചെയ്തു. അതാണ് ഒരു പ്രശ്നം. അത് തന്നെയല്ല വയബൂനഹ ഇവജ, ആ അള്ളാഹുവിൻ്റെ മാർഗത്തെ വ്യാഖ്യാനിച്ചിട്ടോ വിശദീകരിച്ചിട്ടോ തെറ്റിച്ചിട്ടോ ഏതെങ്കിലും നിലക്ക് അതിനെ വക്രമാക്കാനും ശ്രമിച്ചു. ഒരു സാധനത്തിനെ ഒടിക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവും. അതായത് ഇപ്പം നമ്മളുടെ ദീനിനെ ഇപ്പം അള്ളല്ല എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിനോട് അള്ളല്ല റസൂലില്ല എന്ന് പറഞ്ഞാലൊന്നും ആരും അംഗീകരിക്കാൻ പോണില്ല. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതിനൊന്ന് വളച്ച് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഡിസൈൻ ചെയ്ത് ആരും പെട്ടെന്ന് അറിയില്ല. തന്നെയല്ല ഈ നേരെ നിൽക്കുന്നതിനേക്കാൾ ചിലപ്പോൾ ചന്തം ഉണ്ടാവും കാണാൻ. അപ്പോൾ അതാണ് ഈ ഇവജാക്കുക എന്ന് പറയുന്നത്. ഇവർ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ മതത്തിൻ്റെ ആളുകളും മതത്തിൽ നിന്ന് തെറ്റിക്കാനുള്ള ആളുകളും പല വേഷങ്ങളിൽ മതത്തിൻ്റെ ആളുകളായി വന്നിട്ട് തന്നെ ഈ ദീനിനെ അങ്ങ് ഡിസൈൻ ചെയ്യും. അതാണ് ഈ വക്രാക്കുക എന്ന് പറയുന്നത്. ഇവർ ചെയ്തത് സ്വയം
ഈ ദീന് വേണ്ടെന്ന് വെച്ചു. സ്വയം ദീന് വേണ്ടെന്ന് വെച്ച ഒരാളോട് പിന്നെ അയാൾക്ക് ദീനി കയറി എന്ന് പറയാൻ പറ്റില്ല. പറയാൻ പറ്റുമോ? ഇപ്പം നമുക്ക് ജബ്ബാറിനോ ആരിഫ് ഹുസൈനോ സമസ്തയുടെ സമ്മേളനത്തിൽ വന്ന് പങ്കെടുച്ചിട്ട് ദ്വാരക്കാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. ആരും അംഗീകരിക്കില്ല. പക്ഷേ അപ്പം എന്താ, ഈ തടഞ്ഞവരെന്താണെന്ന് ചോദിച്ചാൽ ഈ തടഞ്ഞത് മനസ്സിൽ വെക്കുള്ളൂ. അതിനെന്നിട്ട് അവർ അതിൻ്റെ ഉള്ളിൽ ഇബ്ലീസ് എന്താണോ ചെയ്തത് അതേ പണിയാണ് ഇവർ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുന്നിൽ നിന്നിട്ട് ഈ ദീനിനെ അവരിങ്ങനെ വക്രാക്കും. ഒരു 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 ഉദാഹരണം പറയാം. അപ്പം ഇന്നലെ ഞാൻ കേട്ടൊരു സംഗതിയാണ്. റഹ്മത്തുള്ള കാസിമി പ്രസംഗിക്കുകയാണ്. എന്താ പ്രസംഗിക്കണമെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ നബിദിനായിട്ട് ധാരാളം സഞ്ചരിക്കാറുണ്ട്, എല്ലാ നബിദിനങ്ങളിലും പ്രസംഗമായിട്ടും പരിപാടിയൊക്കെ ആയിട്ട്. അപ്പോൾ ഈ നിസ്കരിക്കാൻ വരുന്ന ആളുകൾ, പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുന്ന ആളുകളൊക്കെ നിസ്കാരം കഴിഞ്ഞാൽ അങ്ങ് പോകും. അതൊക്കെ കഴിഞ്ഞിട്ടൊരു 12 മണിക്കൊക്കെ ഇറങ്ങുന്ന കുറേ ആൾക്കാരുണ്ട്. അവർ ഈ അലങ്കാരം വെക്കാനും കൂട്ടിക്കെട്ടാനും ഒക്കെ ആയിട്ട് വരുന്നവരാണ്. അവർക്ക് നിസ്കരിക്കണതിലൊന്നും അവരുണ്ടാവില്ല. പക്ഷെ അവർക്ക് അത് മതി എന്നാണ് മൂപ്പര്. കാരണം എന്താ വെച്ചാൽ അവർ റസൂലിനെ സ്നേഹിച്ച് കളഞ്ഞു. ഇത് കേൾക്കണ ഏതെങ്കിലും ഒരു ചെക്കഞ്ഞി നിസ്കരിക്കാൻ പോകും നിങ്ങൾ വിചാരിക്കേണ്ട. കാരണം കൊല്ലത്തിൽ 4 കൂട്ടി കെട്ടിയ ഇതാണ് കണ്ട. ഇത് നിങ്ങൾ നോക്കിയാൽ ഇതാണ് വക്രമാക്കുക, ദീനിനെ വക്രമാക്കുക. നിങ്ങൾ നിസ്കരിക്കും വേണ്ട, നോമ്പ് വെക്കും വേണ്ട, അള്ളാഹുവിനെ റസൂലിനെ സ്നേഹിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൊട്ടികെട്ട് തട്ടികെട്ട് എന്തെങ്കിലും ചെയ്താൽ മതിയെന്ന്. ഇതാരായി പറഞ്ഞു കൊടുക്കണേ? റഹ്മത്തുള്ള കാസിമി പണ്ഡിതനല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആർക്കും പറയാൻ പറ്റില്ല. ഇതാണ് ഈ അള്ളാഹ് ഈ പറയുന്ന ഇവജാക്ക. ഇപ്പം എന്തായി? അയാളുടെ ദീൻ എന്തായി? അയാളുടെ ദീനിൽ നിസ്കാരം ഇനി വേണ്ട, അയാൾക്ക് നോമ്പും വേണ്ട, ആകെ ഇതാണ്. ഒന്നുമല്ല ഈ പോത്തിറച്ചി വെച്ചിട്ട് ആ നെയ്ച്ചോറൊക്കെ കൂടി കുറച്ച് തിന്ന് അതിൻ്റെ പട്ടത്തിൽ കൂടിയ അയാളുടെ ദീൻ അതിനാളെ ഗംഭീരായി. ഇതാ പറഞ്ഞു കൊടുക്കണ ആരാ? ഈ പറഞ്ഞു കൊടുക്കുന്നത് ആരാ? ഇതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കിട്ടുന്നതാ. നമ്മളാരെയും ഇല്ലാത്തവരെയല്ല, അവരതേ പറയുന്നത് നമ്മൾ കാണുന്നു. ഇതാണ് ഇവർ ഈ ചെയ്യുന്നത്. ഇതാണ് ഈ ദീനിനെ വക്രാക്കുക എന്ന് പറയുന്നത്. സംഗതി ദീനാണ് ഈ പറയുന്നത്. കേൾക്കുന്നവർക്കും തോന്നും ദീനാണെന്ന്. പറയുന്നത് റസൂലിനായിട്ടുള്ള സ്നേഹമാണ്, റസൂലിനെ സ്നേഹിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അവർക്കത് മതിയാവും എന്നാണ്. അവർക്കത് മതിയാവും. വഹും ബിൽ ആഖിറത്തി കാഫിറൂൻ. ഏതെങ്കിലും ആഖിറത്തിനെ കുറിച്ച് ചിന്തയുള്ള ഒരാൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ആഖിറത്തിനെ പറച്ചില്ല, ആഖിറൊക്കെ ഉണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ആഖിറത്ത് എന്താണെന്ന് അവർ നിഷേധിച്ചിട്ടാണുള്ളത്. കാരണം അള്ളാഹുവിൻ്റെ റസൂലിനെ അംഗീകരിക്കുന്ന ആർക്കെങ്കിലും ഇങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഒരിക്കലും പറഞ്ഞില്ല. ഇത് അയാളുടെ മാത്രം ഭാവനയിലുണ്ടാകുന്ന ഒരു സംഗതിയാണ്. അതിനെ ദീനാക്കിയിട്ട് മുന്നിൽ വെച്ച് കൊടുക്കുക. അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ ദീനുള്ളത്. ഇങ്ങനെ മുന്നിൽ വെച്ച കുറേ സാധനങ്ങളാണ് നമ്മുടെ ദീന് എന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവരും ഇവരൊക്കെ അങ്ങോട്ട് സംസാരിക്കുന്നതൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിലുള്ളൊരു വാക്കാണ് ഇപ്പോൾ ഈ പറയുന്നത്. നമ്മളീ പറഞ്ഞത് അതിൻ്റെ മുമ്പത്തെ വാക്കിൻ്റെ തുടർച്ച ഇനി വരണേ. അതായത് ആ സഹാബുന്നാരും സംസാരിക്കുന്നതിൻ്റെ. അപ്പോൾ കണ്ട, ബൈനഹുമാ ഹിജാബ്. നമ്മളിങ്ങനെ വിചാരിക്കും, ഇവരൊക്കെ കൂടി ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇത് ചെറിയൊരു സ്ഥലമാണെന്നും ഒക്കെ വിചാരിക്കും. പക്ഷേ അള്ളാഹ് പറയണത് അതാണ് ബൈനഹുമാ ഹിജാബ്. അവർ രണ്ടിൻ്റെ ഇടക്ക് ഒരു ഹിജാബ് ഉണ്ട്. ഹിജാബ് എന്ന് പറയുമ്പോൾ നമ്മൾ മറ എന്നുള്ളതൊന്നല്ല അതിൻ്റെ അർത്ഥം. ഹിജാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിഭജനം, പാർട്ടീഷൻ നമ്മൾ പറയില്ലേ. പാർട്ടീഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും അതിർത്തി ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടെ മൊത്തം അതിലുണ്ടായിക്കോളണമെന്നൊന്നുമില്ല. ഉണ്ടാ, അതൊരു പാർട്ടീഷൻ ഉണ്ടായിക്കോ, ഒരു വിഭജനമുണ്ട് അതിൻ്റെ ഇടക്ക് എന്നതുപോലെ ഈ ഹിജാബ് എന്ന് പറയുമ്പോൾ അതിൽ ചിലപ്പോൾ മതിലുണ്ടാവാം, അല്ലെങ്കിൽ മറ ഉണ്ടാവാം, ആവശ്യമാണെങ്കിൽ അതുണ്ടാവും. പക്ഷെ അതാണ് അത് എന്നല്ല. ഹിജാബ് തന്നെ. ഖുർആനിലൊരു 7 സ്ഥലത്ത് ഈ ഹിജാബ് വന്നിട്ടുണ്ട്. ഇവിടെ എവിടെയും ശരിക്കും ഈ മറ എന്നുള്ള അർത്ഥത്തിലല്ല. മറ അതിൽ വേണമെങ്കിൽ ഹിജാബൻ മസ്തൂറ എന്ന് വേറെ തന്നെ പറയുന്നുണ്ട്, സിത്തർ വേറെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഹിജാബ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വേർതിരിവുണ്ട്. അതായത് ഇത് രണ്ടും കൂടിയിട്ട് നമ്മളിങ്ങനെ സംസാരിക്കും, അവരങ്ങോട്ട് കൊടുക്കും, പറയും, വർത്താനം പറയും, കാണും എന്നൊക്കെ പറയുമ്പോൾ ഇവർ കൂടിക്കലരുന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട. കാരണം ഇവരുടെ ലോകം ഒന്ന് വേറെയാണ്, അവരുടെ ലോകം ഒന്ന് വേറെയാണ്. അത് വിഭജിക്കപ്പെട്ടൊരു ലോകമാണ്. അത് സവിശേഷം പറയാം. കാരണം എന്താ ചോദിച്ചാൽ ഈ പറയണതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഹിജാബ്, മറ, മതിൽ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ നമ്മൾ സങ്കല്പിക്കുമ്പോൾ നമ്മുടെ സങ്കല്പം ആകെ ചെറുതായി പോകും. കാരണം ഇത് സ്വർഗം, ഇത് മൃഗം, ഇതിൻ്റെ ഇടയിലൊരു മതിൽ, ഇങ്ങനെ നമ്മളൊന്ന് സങ്കല്പിച്ചാൽ എന്താവും കഥ? അങ്ങനെ സങ്കല്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഹിജാബ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു വഖഫൊക്കെ വേറെ കാണാം. അത് സവിശേഷമായി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതാണ്. കാരണം സ്വർഗത്തിനെക്കുറിച്ച് ഖുർആൻ പറയുന്നത്
വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതി വൽ അർളി ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ എന്നാണ്. നിങ്ങൾ അങ്ങോട്ട് സ്പീഡിൽ പോയിക്കോ മഗ്ഫിറത്തിലേക്കും നിങ്ങളുടെ റബ്ബിലേക്കും ജന്നത്തിലേക്കും സ്വർഗത്തിലേക്കും. അതിൻ്റെ വിശാലത അർളുഹസ് സമാവാതു വൽ അർളു, ആകാശങ്ങളും ഭൂമിയാണെന്നാണ്. ആകാശങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെന്താ, നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ പറ്റാത്തൊരു സംഗതി. ആകാശങ്ങൾ എന്ന് പറയുന്നത് ഒരു സൃഷ്ടിയാണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. പക്ഷെ ഒരിക്കലും നമുക്ക് അതിനെ അളക്കാനോ കണക്കാക്കാനോ ഒന്നും കഴിയുന്ന ഒരു അവസ്ഥയിലല്ല എന്നുള്ളത്. കാരണം അതിനാണ് നമ്മൾ ഇൻഫിനിറ്റി എന്നൊക്കെ പറയാം. അനന്തത എന്ന് നമ്മൾ പറയുന്നത്. ഈ അനന്തത എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലൊന്നും പ്രത്യേകിച്ചൊന്നും വരില്ല ഈ അനന്തത എന്ന് പറഞ്ഞാൽ. കാരണം അത്ര വിശാലമാണ് സ്വർഗം എന്നാരാ പറയണം, അന്ന് പറയാം. അത്രയും വിശാലമാണ് സ്വർഗം. അതായത് നമ്മളുടെ ഈ ഒരു വട്ടത്തിലോ ആ കാഴ്ചയിലോ അല്ലോ ഇതിനെ കാണേണ്ടത് എന്നാണ് അതിൻ്റെ അർത്ഥം. സാബിഖു ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ കഅർളിസ് സമാഇ വൽ അർളി, ആകാശഭൂമികളുടെ വിശാലത ഒക്കെ ഖുർആൻ വേറെ സ്ഥലത്ത് പറയുന്നതാണ് ഈ സ്വർഗത്തിനെ കുറിച്ച്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഹിജാബ് എന്ന് പറയുമ്പോൾ അതിനൊരു മതിലോ ആയിട്ട് സങ്കല്പിക്കരുത്. കാരണം ഇനി പറയുന്ന വിഷയം എന്താ വെച്ചാൽ ഈ അഅറാഫ്. അപ്പോൾ ഈ സൂറയ്ക്ക് ഈ പേര് വരുന്നത് ഈ ആയത്തിൽ നിന്നാണ്. ഈ ആയത്തിലും 48-ാമത്തെ അടുത്ത ആയത്തിലും അതിൻ്റെ അപ്പുറത്തെ ആയത്തിലും മാത്രമേ ഈ അഅറാഫ് എന്ന് പറയുന്ന വാക്ക് വരണുള്ളൂ. അതായത് 2 പ്രാവശ്യമുള്ളൂ, അത് രണ്ടും ഈ സൂറയിലാണ്. ഈ അഅറാഫിനെ കുറിച്ച് ഇനി പറയുമ്പോൾ അത് ആരാണെന്നുള്ളത് വലിയൊരു പ്രശ്നമായിട്ടുള്ളൊരു സംഗതിയാണ്. നമ്മളിപ്പോൾ ഈ കൂടുതൽ പറയുക, അപ്പോൾ നമ്മളിപ്പോൾ ഏതൊരു തഫ്സീർ എടുത്താലും അതിൽ മുൻഗണനാക്രമമായിട്ട് കൊടുത്തിട്ടുണ്ടാകുക. അതിൽ ഈ അഅറാഫുകാർ എന്ന് പറഞ്ഞാൽ അത് ഈ നന്മ തിന്മകൾ സമമായ ആളുകൾ എന്നാണ്. അതായത് സ്വർഗത്തിലേക്കും പോകാൻ പറ്റില്ല, നരകത്തിലേക്കും പോകാൻ പറ്റില്ല. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഒരാളുകളെ നിർത്തുന്ന സ്ഥലമാണ് ഈ അഅറാഫ് എന്നാണ് നമ്മൾ സാധാരണഗതിയിൽ കാണുക. ഒരുവിധം എല്ലാവരും പറയുന്നതും അത് അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മൾ ഈ ഖുർആനിലൂടെ പോകുമ്പോൾ, അപ്പോൾ നമ്മളിപ്പോൾ ഈ ഖുർആനിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് വരിക, അതായത് മനുഷ്യൻ്റെ സ്വർഗത്തിൽ ആ മനുഷ്യൻ്റെ തുടക്കം മുതൽ നമ്മളിങ്ങനെ പടിപടിയായി വന്നിട്ട് നമ്മൾ എത്തി നിൽക്കുന്നത് തിരിച്ചു ചെന്നിട്ട് ഈ സ്വർഗത്തിൻ്റെ നരകത്തിൻ്റെ വക്കത്ത് ചെന്ന് നിൽക്കുകയാണ് നമ്മൾ. അങ്ങനെ ചെന്ന് നിൽക്കുമ്പോൾ അഅറാഫുകാർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഖുർആനിൽ നിന്ന് കിട്ടുന്ന കാഴ്ച അത് അങ്ങനെ ഒന്നിനും പറ്റാത്ത കുറച്ച് ആൾക്കാരല്ല ആണ് എന്നല്ല. നമുക്ക് കിട്ടുന്ന കാഴ്ച അത് അമ്പിയാക്കളാണെന്നാണ്. ഈ നിൽക്കണൊരു, അതായത് അഅറാഫ് എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം തന്നെ ഈ കുതിരയുടെ കുഞ്ചിരോമങ്ങളുണ്ടല്ലോ, അതിന് പറയുന്നതാണ്. അല്ലെങ്കിൽ ഈ പൂവൻകോഴിയുടെ കൂക്ക്, അല്ലെങ്കിൽ മിനാരങ്ങൾ, അല്ലെങ്കിൽ കാവൽ ഗോപുരങ്ങൾ. അതായത് ഇങ്ങനത്തെ സംഗതികൾക്കാണ് ഈ അഅറാഫ് എന്ന് പറയാം. ഉറുഫ് അതിൻ്റെ ബഹുവചനമാണ് അഅറാഫ്. അപ്പോൾ ആ വാക്കിൽ തന്നെ ഉണ്ട്, അത് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും തൊടാത്ത ആളുകളല്ല, ഒരു ടീമല്ല, അതൊരു അത്യുന്നതാവസ്ഥയാണ് എന്നുള്ളത് ആ വാക്കിൽ തന്നെ ഉണ്ട്. ആ വാക്കിൽ തന്നെ കിടക്കുന്നുള്ള അത്യുന്നതാവസ്ഥ അൽ ചേർത്തുകൊണ്ട് പിന്നെ അതിന് വരുമ്പോൾ അൽ അഅറാഫ് എന്ന് പറയുമ്പോൾ അതിനെ സവിശേഷമാക്കുന്നുണ്ട്. അഅറാഫിൻ്റെ ആശയം തന്നെ അതാണ്, പക്ഷേ അല്ല് വരുമ്പോൾ അത് സവിശേഷമായ ഒരു സംഗതിയിലേക്ക് വരുന്നു. റിജാല് എന്ന് പറഞ്ഞാൽ റജുലിൻ്റെ ബഹുവചനമാണ് റിജാല്. അതിന് മനുഷ്യരെന്നും പുരുഷന്മാരെന്നും അല്ലെങ്കിൽ വ്യക്തിത്വങ്ങൾ എന്നൊക്കെ അർത്ഥമുണ്ട്. ഇപ്പോൾ ഖുർആനിൽ തന്നെ ഇപ്പോൾ ഈ ജിന്നുകളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, വഅന്നഹു കാന റിജാലും മിനൽ ഇൻസി യഊദൂന ബി റിജാലിൻ മിനൽ ജിന്നി. അതായത് ഈ റിജാലും മിനൽ ജിന്നി, ജിന്നിലുള്ള ആളുകൾ, വ്യക്തിത്വങ്ങൾ. അപ്പോൾ ആണുങ്ങൾ എന്ന് പറയുമ്പോഴും ഇപ്പോൾ ഈ പ്രവാചകന്മാർ, പെണ്ണുങ്ങളായ പ്രവാചകന്മാരെ അറിയപ്പെട്ടിട്ടില്ല. നമ്മുടെ അറിവിലൊന്നും പെണ്ണുങ്ങളായ പ്രവാചകന്മാരില്ല. അതേസമയം ഈ പ്രവാചകന്മാരായി വന്നവരൊക്കെ മനുഷ്യന്മാരും പുരുഷന്മാരുമാണ് താനും. അപ്പോൾ റിജാൽ എന്ന് പറയുമ്പോഴും ഈ പുരുഷന്മാർ എന്ന് പറയുന്ന ഈ പ്രവാചകന്മാരാണ് ഈ അഅറാഫുകാർ എന്നതിലേക്കുള്ള സൂചന വരുന്നുണ്ട്. എന്നാൽ ഈ അഅറാഫുകാരെ കുറിച്ചിട്ട് അങ്ങനെ പറയാൻ കാരണം അത് ഒരു ഹദീസിൻ്റെ ബലത്തിലാണ്. ഒന്ന്, ഈ ഹിജാബ് എന്ന് പറയുന്നത് ഒരു മതിൽ ആയിട്ട് കാണുന്ന ഒരു വിഷയം. രണ്ടാമത് അതിലേക്ക് പോകുന്ന ഒരു ഹദീസുണ്ട്. ആ ഹദീസ് ഇങ്ങനെയാണ്: ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൂളഉൽ മവാസീനു യൗമൽ ഖിയാമത്തി ഫതൂസനുൽ ഹസനാത്തു വസ്സയ്യിആത്തു ഫമൻ റജഹത് ഹസനാതുഹു അലാ സയ്യിആതിഹി മിസ്ഖാല സവാബിഹി എന്നാണ്. അതായത് ത്രാസുകൾ സ്ഥാപിക്കപ്പെടും അന്ത്യഘട്ടത്തിൽ. എന്നിട്ട് നന്മയും തിന്മയും തൂക്കും.
ആരുടെ നന്മയാണോ മുന്നിലേക്ക് ഉണ്ടായത്, ഒരു 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 അണുമണിത്തൂക്കം, അതിന് സ്വവാബ് എന്നാണ് പറയുന്നത്. സ്വവാബ് എന്ന് പറഞ്ഞാൽ സ്വവാബ് ബീദത്തുൽ കംല എന്നാണ്. അതായത് പേനിൻ്റെ മുട്ട, നമ്മൾ ഈരില്ലേ, അതായത് ഒരു ഈരിൻ്റെ തൂക്കമാണ് അത് ഉണ്ടെങ്കിൽ പോലും നന്മയുണ്ടെങ്കിൽ അയാൾ സ്വർഗത്തിൽ പോകും. ഒരു ഈനിൻ്റെ കുറവാണെച്ചെങ്കിലോ അയാൾ സ്വർഗത്തിൽ പോവില്ല. അങ്ങനെയാണ്. ഏതാണോ മുൻതൂക്കം വന്നത് അതിൽ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ. വളരെ മിസ്കാല ദർറത്തിൻ ഖൈറൻ ഖാന എന്നൊക്കെ നമ്മൾ വേറെ ഖുർആനിൽ കാണുന്നുണ്ട്. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, ആരാ ചോദിച്ചെന്നില്ല, ഖീല യാ റസൂലല്ലാഹ് ഫമനിസ്തവത്ത് ഹസനാത്തുഹു സയ്യിആത്തുഹു, ഈ രണ്ടു സംഗതി ഒന്നായവരുടെ അവസ്ഥ എന്താണ്? കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയാണല്ലോ സ്വർഗം നരകം ഉണ്ടാകുക. ഇത് രണ്ടും സമമായി നിന്നാലുള്ള അവസ്ഥ എന്താണെന്ന് ഒരാൾ ചോദിച്ചു എന്നാണ്. അപ്പോൾ പറഞ്ഞു ഉലായിക അസ്ഹാബുൽ അറാഫ്, അവരാണ് അസ്ഹാബുൽ അറാഫ് എന്ന് പറഞ്ഞു. ഇങ്ങനൊരു ഹദീസ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഇനിയിപ്പോൾ വേറെ റസൂലൊരു കാര്യം ഒരു വിഷയത്തിനെ കുറിച്ച് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മളിപ്പോൾ പക്ഷേ നമ്മളുടെ ഈ തഫ്സീറുകളിൽ ഇപ്പോൾ ഞാൻ ഖുർത്തുബിയുടെ തഫ്സീറൊക്കെ ഇതായിട്ട് നോക്കിയപ്പോൾ, ഖുർത്തുബിയുടെ മാത്രമല്ല വേറെയും തഫ്സീറുകൾ, അറബി തഫ്സീറുകളിൽ 10 അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. 10 അഭിപ്രായങ്ങളുണ്ട് ഈ അറാഫുൽ ആരാണ്, അസ്ഹാബുൽ അറാഫ് ആരാണെന്നുള്ളതിന് 10 അഭിപ്രായങ്ങളെങ്കിലും ഉണ്ട്. അതിലൊരഭിപ്രായം ഹുമുൽ അംബിയ എന്നാണ്, ഇവർ അംബിയാക്കളാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന കാഴ്ച അഭിപ്രായമുള്ള ഇപ്പോഴത്തെ പണ്ഡിതന്മാരൊന്നുമല്ല, പഴയ കാലത്തെ പ്രാമാണികരായ പണ്ഡിതന്മാർ തന്നെ. ഇങ്ങനെ ഒരു ഹദീസ് ഇങ്ങനെ അവിടെ നിൽക്കുമ്പോൾ പിന്നെ ആ പണ്ഡിതന്മാർ ഇങ്ങനെ ഒരു അഭിപ്രായത്തിലേക്ക് പോകില്ലല്ലോ. അപ്പോൾ ഞാൻ ഈ ഹദീസിനെ കുറിച്ചിട്ട് അന്വേഷിച്ചപ്പോൾ ആ ഹദീസ് ദഈഫാണെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. അത് റസൂലിലേക്ക് ഉയർത്തപ്പെട്ടതൊന്നല്ല, അത് അസർ എന്ന് അതിനെക്കുറിച്ച് പറയുന്നത്. അസർ എന്ന് പറയുമ്പോൾ വേറെ ആളുകൾ, ഇപ്പോൾ ഇബ്നു അബ്ബാസ് പറഞ്ഞു എന്ന് പറയുമ്പോൾ അതിന് അസർ എന്നാണ് പറയുക. അത് റസൂലിലേക്ക് ഉയർത്തപ്പെട്ടിട്ടില്ല ഹദീസ് എന്നാണ്. അപ്പോൾ നമുക്ക് അതിനെ അവലംബിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ, അറാഫ് റിജാൽ എന്ന് പറഞ്ഞാൽ അവർ ഈ മനുഷ്യരിലെ അത്യുന്നത വിഭാഗം. അത്യുന്നത വിഭാഗം എന്ന് പറഞ്ഞാൽ അത് അമ്പിയാക്കളുമാണ്. ഇനി അള്ളാഹു അവരിലേക്ക് ചേർത്തവരുമുണ്ടാകും. അവരാണ് ഈ അറാഫുൽ റിജാലുൻ അറാഫ് എന്ന് പറയുന്നത്. ഞാൻ എത്തിപ്പെട്ട നിഗമനമാണ് നമ്മളുടെ പഠനത്തിൽ നിന്ന്. അവർ അറിയുന്നു, യഅരിഫൂന, അവർ അറിയുന്നു, കുല്ലൻ, എല്ലാവരെയും അവർ തിരിച്ചറിയുന്നു. എന്തുകൊണ്ടറിയുന്നു? അടയാളങ്ങളെ കൊണ്ടറിയുന്നു. അടയാളങ്ങളെ കൊണ്ടറിയണമെങ്കിൽ ആദ്യം വിധി പ്രസ്താവിക്കാതിരിക്കണ്ടേ? വിധി പ്രസ്താവിച്ചാൽ പിന്നെ എല്ലാവരെയും അറിയാലോ. പക്ഷേ ഇവർ വിധി നടന്നിട്ടില്ല. സ്വർഗ്ഗക്കാരുടെയും നരകക്കാരുടെയും ഒന്നും അന്തിമ വിധി വന്നിട്ടില്ല. അനുഭവങ്ങളെ കൊണ്ട് അവർക്ക് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ അന്തിമ വിധി കഴിഞ്ഞിട്ടില്ല. ഇവർ ഈ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന, അതായത് ഈ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ ഇവരെ തിരിച്ചറിയാണ്. അവരുടെ അടയാളങ്ങളെ കൊണ്ട് ഇന്ന കൂട്ടർ സ്വർഗത്തിലാണ്, ഇന്ന കൂട്ടർ നരകത്തിലാണെന്നൊക്കെ അവർക്ക് അറിയാൻ കഴിയുന്നുണ്ട്. മറ്റോർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? മറ്റോർക്ക് എന്ന് പറഞ്ഞാൽ എന്നാൽ പോലും ഞങ്ങൾ എന്ന് പറയുന്നൊരു വിഷയം ഉണ്ടല്ലോ, അന്തിമ വിധി വരണാട്ടി മുമ്പുള്ളൊരിതുണ്ടല്ലോ. ഇവർക്കതില്ല. ഇവർക്ക് അതുള്ളവരല്ല. അതുള്ളവരാവാതിരിക്കണമെങ്കിൽ ആ നിലക്കുള്ളവർക്കേ അതാവാതിരിക്കാൻ കഴിയുള്ളൂ. തന്നെയല്ല അവർ ചെയ്യുന്നൊരു കാര്യം എന്താ വെച്ചാൽ, വരാതൗ അസ്ഹാബൽ ജന്നത്തി, സ്വർഗത്തിൻ്റെ ഈ ആളുകളെ അവർ വിളിച്ചിട്ട്, സ്വർഗത്തിൽ കടന്നവരല്ല, സ്വർഗത്തിലാവാൻ പോകുന്ന ഈ ആളുകളെ കുറിച്ചിട്ട് അവർ പറയാണ്, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സലാമുണ്ട്, സമാധാനമുണ്ട്, നിങ്ങൾക്ക് സമാധാനമുണ്ട് എന്ന് പറയാം. അപ്പം അങ്ങനെ ഒരു കൂട്ടരെ കുറിച്ചിട്ട് സമാധാനം ആശംസിക്കണമെങ്കിൽ, അതായത് എൻ്റെ കാര്യം തന്നെ കട്ടപ്പുകയായ ഞാനെങ്ങനെ വേറൊരാൾക്ക് സമാധാനം പറയാം? അത് പറയാൻ പറ്റില്ലല്ലോ. അതായത് എൻ്റെ കാര്യം വെള്ളത്തിലാണ്, ഞാൻ സ്വർഗത്തിലാണ് നരകത്തിലാണ് നിൽക്കാൻ അറിയില്ല, അങ്ങനത്തെ. ഇത് ഒരു ഫുട്ബോൾ കമൻട്രി ഒന്നുമല്ലല്ലോ, ഇത് പരലോകമല്ലേ. പരലോകമാണ് അന്തിമമായിട്ട് സ്വർഗം നരകം വിധിക്കപ്പെടുന്നൊരു സ്ഥലത്ത് എൻ്റെ കാര്യം തന്നെ വെള്ളത്തിലാണെങ്കിൽ ഞാൻ എങ്ങനെ മറ്റവരോടക്ക് പോയിട്ട് സലാം പറയാം? അതൊന്നും നടക്കാൻ പോകണമല്ല, അത് സംഭവിക്കില്ല, അങ്ങനെ പറ്റില്ല നമുക്ക്. ഇപ്പം തന്നെയല്ല ഇത് എന്ന് പറഞ്ഞാൽ ഒരു ആളും തോളൊന്നും ഇല്ലാത്തൊരു സംഗതി, ഒരു പാർട്ടി സമ്മേളനമൊന്നുമല്ലല്ലോ. ഇത് അള്ളാഹുവിൻ്റെ അനുവാദം ഇല്ലാണ്ട് എങ്ങനെ ഇവർക്ക് ഈ സലാം കൊടുക്കാൻ പറ്റുക? അതുകൊണ്ടല്ലോ. അപ്പോൾ അള്ളാഹു അങ്ങനെ സലാം പറയാനൊക്കെ അനുവാദം നൽകപ്പെടണമെങ്കിൽ അത് ആർക്കാ കൊടുക്കുക? അത് കൊടുക്കാൻ ആർക്കാ അർഹത ഉണ്ടാകുക? ലം യദ്ഖുലൂഹ എന്ന് പറയുന്നത് ഇവർ അങ്ങനെ ഈ അറാഫിൻ്റെ ആളുകൾ, ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത ആളുകളാണെന്ന് പറയുന്ന ആളുകൾ ഈ ലം യദ്ഖുലൂഹ എന്ന് പറയുന്ന ആ ഒരു സംഗതിയെ മടക്കുന്നത് വഹും എന്ന് പറയുന്ന നമീറുണ്ടല്ലോ, വഹും, അവർ ആരാണ്? അറാഫുകാരാണ് അത് എന്നാണ് ഇവർ പറയാം.
ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത ആളുകളാണ് ആറാഫുകാർ എന്ന് പറയുന്ന ആളുകൾ പറയാ ഈ ഹും എന്ന് പറയുന്നത് ആ ലമീർ മടങ്ങുക ഈ ആറാഫുകാരിലേക്കാണെന്ന്. പക്ഷെ നമ്മുടെ വീക്ഷണപ്രകാരം ഈ ഹും എന്ന് പറയുന്നത് ഈ അസ്ഹാബുൽ ജന്നത്തിലേക്കാണ് മടങ്ങുക. അതായത് അവരുടെ അന്തിമ വിധി കഴിഞ്ഞിട്ടില്ല, പക്ഷേ അവർക്ക് പ്രതീക്ഷയുമുണ്ട്, കൊതിയുമുണ്ട്. അവരുടെ ഇതുവരെയുള്ള ഈ ഘട്ടത്തിൽ വെച്ചിട്ട് അവർക്ക് സ്വർഗത്തിൻ്റെ ആളുകളാണെന്ന് അവർക്ക് പ്രതീക്ഷയുണ്ട്, അവർക്ക് കൊതിയുമുണ്ട്. അവരാണ് ഹും യത്മഊൻ എന്ന് പറയുന്നവർ. അങ്ങനെയാണ് നമ്മൾ, കാരണം നമ്മളതിൻ്റെ ഗ്രാമർ പ്രകാരം അങ്ങനെ മടക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല, അങ്ങനെ മനസ്സിലാക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാണ് അറാഫുകാരെ കുറിച്ചിട്ട് നമ്മൾ കുറച്ച് വിശദീകരിച്ച് പറയേണ്ടി വരേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കതിൻ്റെ എല്ലാ തെളിവുകളോടും കൂടെയും പറയേണ്ടതുള്ളത് എന്നതുകൊണ്ടാണ്. കാരണം നമ്മൾ ഈ പരലോകം നമ്മളെ ഒരു ഭാവനയിൽ കുറേയൊക്കെ നമുക്ക് കാണിച്ചു തരികയാണ് ഈ രംഗങ്ങൾ. കുറേയൊക്കെ നമുക്ക് ഭാവന വെച്ച് കാണാനുള്ളൊരവസ്ഥയിലേക്ക് നമ്മളെ ഉയർത്തുകയാണെന്ന. ഇനി പറയാം, ഇതാ സുരിഫത്ത് അബ്സാറുഹും, അവരുടെ ആ കണ്ണുകൾ, അവരുടെ ആ കാഴ്ച, ഈ അറാഫിലുള്ള ആളുകളുടെ കാഴ്ച തന്നെയും, അവർ നരകത്തിലുള്ള സ്വർഗത്തിലുള്ള ആളുകളെ മാത്രമല്ല കാണുന്നത്, നരകക്കാരെയും കാണുന്നുണ്ട്, ഈ നരകവും കാണുന്നുണ്ട്, ഇനി അനുഭവിക്കാൻ പോകുന്നതും കാണുന്നുണ്ട്. അതായത് അത്യുന്നതമായൊരു സ്ഥാനത്താണ് അള്ളാഹു അവരെ കൊണ്ടിരുത്തിയേക്കണത്. അത്യുന്നതമായൊരു സ്ഥാനമാണ്, വലിയ അധികാരവും കൂടി കൊടുത്തതായിട്ട് നമുക്ക് അടുത്ത ആയത്തുകളിൽ കാണാം. ഇതാ സുരിഫത്ത് അബ്സാറുഹും, അവരുടെ കാഴ്ചകളെ അവർ തെറ്റിക്കുമ്പോൾ, തിൽക്കാ അസ്ഹാബിന്നാരി, നരകത്തിൻ്റെ ആളുകളുടെ ആ ഭാഗത്തേക്ക് അവരുടെ കണ്ണുകളെ, അവരുടെ കാഴ്ച, അതായത് ഹിജാബ് ഉണ്ടെങ്കിൽ തന്നെയും അവർക്ക് ഈ ലോകങ്ങളൊക്കെ കാണാനുണ്ട്. കാലു, അവർ പറയാം റബ്ബനാ തജ്അൽനാ, അതായത് അത്രയും ഗംഭീരമായൊരു സ്ഥാനത്ത് ഇരുത്തുന്നവർ പോലും ഭയപ്പെട്ടു പോകുന്ന ഭയാനകമായ രംഗമാണ് ആ നരകം എന്നുള്ളതാണ്. അത് നമ്മുടെ ഭാവനയിലേക്ക് കൊണ്ടുവരിക ഇതിനോട് കൂടെ ചേർത്തിട്ട്. കാരണം ആരാണ് ഈ പറയണവർ, ഇനിയും അവരെ അതിലേക്ക് ഇടപെടുമോ, ഇട്ടാലുള്ള അവസ്ഥ എന്തായിരിക്കുമോ എന്നുള്ള. കാരണം അള്ളാഹ്ക്ക് എന്തും തീരുമാനിച്ചൂടെ, അള്ളാഹ്ക്ക് ഇപ്പോൾ ഒരാളുടെ ഇടയിൽ ഒരു കാരണം കണ്ടെത്താനാ പണി. ഇപ്പോൾ ആരിനെ നിരകത്തിയിടണമെങ്കിൽ അള്ളാഹ്ക്ക് കാരണമില്ലാത്ത അബസവത്തവല്ല എന്ന് പറഞ്ഞത് ആരോടാ? റസൂലിനോടല്ലേ. അള്ളാഹ്ക്ക് വേണമെങ്കിൽ ആ ഒരു കാരണം പോരെ ആരും നരകത്തിൽ. അപ്പോൾ റബ്ബനാ ലാ തജ്അൽനാ മഅൽ ഖൗമിൽ ളാലിമീൻ, ഈ അക്രമികളായ കൗമിൽ ഞങ്ങളെ പെടുത്തലേന്ന് അവിടുന്നും ആ അവസ്ഥയിൽ പോലും അവർ പ്രാർത്ഥിക്കുന്ന അത്രയും ഭയാനകമായ രംഗമാണ് അവർ ഈ നരകത്തിലേക്ക് അവരുടെ കാഴ്ചയെ തിരിക്കുമ്പോൾ അവർക്കുണ്ടാകുന്നത്. ഇനി മറ്റൊരു ഇതാണ്, വനാദ അസ്ഹാബുൽ അറാഫി, ഈ അറാഫിൻ്റെ ആളുകൾ റിജാലൻ, ചില ആളുകളെ അവർ തിരിച്ചറിയാം. ആര്? ഈ പ്രവാചകന്മാർ പോലത്തെ ഈ അമ്പിയാക്കളാകുന്ന, അല്ലെങ്കിൽ അള്ളാഹു അവരോട് ചേർത്തിട്ടുള്ള ആ ഉന്നത വ്യക്തിത്വങ്ങൾ ചില ആളുകളെ വിളിക്കുകയാണ്. ഇതൊന്നും നരകത്തിൽ പോയിട്ടില്ല, രണ്ടും കഴിഞ്ഞിട്ടില്ല, അതിനിടക്ക് അവർ ചില ആളുകളെ തിരഞ്ഞെടുക്കാം. അതായത് നമ്മളിങ്ങനെ പറയുന്നു, അങ്ങോട്ട് വാടാന്ന്. ആരോട്? ഫറോവയോട് ഇങ്ങോട്ട് വരാം, അങ്ങോട്ട് വാടാന്ന് അറിയണ പോലെ ഇങ്ങോട്ട്. അതായത് ഇവിടെ ഗംഭീരന്മാരായ ആളുകളെ അവരുടെ അടയാളങ്ങളെ കൊണ്ട് തിരിച്ചറിഞ്ഞ് ഇവർ വിളിക്കുകയാണ്, ഇങ്ങോട്ട് വായോന്ന് വാന്ന് പറഞ്ഞ് വിളിക്കുക. എന്നിട്ട് വിളിച്ചിട്ട് നല്ല രംഗങ്ങളാണ് നമ്മൾക്ക്. അതായത് ഒരു വിശ്വാസിയുടെ മനസ്സിൽ ശമനമുണ്ടാക്കുന്ന രംഗങ്ങളായി കാണുന്നതൊക്കെ. യാരിഫൂനഹും, ആ ആളുകളെയും അവർ തിരിച്ചറിയുന്നത് ബിസീമാഹും, അവരുടെ അടയാളം കൊണ്ടാണ്. അതായത് അന്തിമ വിധി വന്നിട്ടൊന്നല്ല ഈ വിളിക്കണതെന്ന്. അങ്ങനെ വിളിക്കണമെങ്കിൽ തന്നെ ഇവർ ആരായിരിക്കണം? അത് നമ്മളൊക്കെ ആലോചിച്ചാൽ ഇതില്ലേ, ആരായിരിക്കണം അവരങ്ങനെ വിളിക്കണമെങ്കിൽ? കാലു, എന്നിട്ട് അവരോട് ചോദിക്കുക, മാ അഗ്ന അൻകും ജംഉക്കും, നിങ്ങളവിടെ വലിയ സംഘടന ശക്തിയും നിങ്ങളെല്ലാവരും സംഘടിക്കും ഒക്കെ ചെയ്തില്ലേ, ഇപ്പം എങ്ങനെയുണ്ട്, ഇവിടെ എന്തെങ്കിലും അതുകൊണ്ട് ഫലം ഉണ്ടായോ എന്ന് ചോദിക്കാറ് വിളിച്ച് ചോദ്യം ചെയ്യാം. വമാ കുന്തും തസ്തക്ബിറൂൻ, നിങ്ങളുടെ അധികാരവും സമ്പത്തും പദവികളൊക്കെ വെച്ചിട്ട് വലിയ അഹങ്കാരികളായിട്ട് നിങ്ങളവിടെ നടന്നില്ലേ? അതൊന്നും ചോദിക്കുമ്പോൾ ഇവരുടെ ഭാഗത്തുനിന്നും ഒരു മറുപടി ഉണ്ടാകുന്നത് നമ്മൾ കാണുന്നില്ല, ഒരു മറുപടിയില്ല. അവർ ചോദിക്കുന്നു എന്നല്ലാതെ ഇവർ അതിന് മറുപടി പറയുന്നോ ഒന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ ചോദിച്ചപ്പോൾ ഞാൻ എന്ന് പറഞ്ഞിട്ട് വളരെ വിനീതമായ മറുപടി പോലെ ഇവിടെ ഇതിന് ഒരു മറുപടിയും പറയുന്നില്ല. വമാ കുന്തും തസ്തക്ബിറൂൻ, നിങ്ങൾ ഈ അഹങ്കരിച്ചെന്നൊക്കെ നിങ്ങൾക്ക് വല്ല ഫലവും ഇവിടെ ഭൂമിയിലുണ്ടായോ എന്ന് അവരോട് ചോദിക്കാം. എന്നിട്ട് പറയാണ്, എന്നിട്ട് വരും അഹാ ഉല, ഈ ആൾക്കൾ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഇവർ പീഡിപ്പിച്ചവരും ഇവരോ ഇതൊക്കെ കാണുന്നുണ്ടാവും.
ഇപ്പം നമ്മളിതൊക്കെ ഈ ഫലസ്തീൻ്റെ ഒക്കെ ഒരു അവസ്ഥ വെച്ചിട്ട് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മൾ ചിന്തിച്ച് നോക്കുക, ഈ ഫലസ്തീനിൽ ഈ പീഡനം അനുഭവിക്കുന്നവരും ഈ കൊല്ലപ്പെടുന്നവരും ഈ പട്ടിണി കിടക്കുന്നവരും അവിടെ ഈ അസ്ഹാബുൽ അറാഫ് നെതന്യാഹുവിനെയും സ്മോട്രിച്ചിനെയും ബൻഗീറിനെയും അതുമാതിരി ട്രംപിനെയും ഒക്കെ അങ്ങനെ വിളിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മോദി അമിത്ഷാനെയും മറ്റവരൊക്കെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് ഇവരുടെ മുന്നിൽ ചോദ്യം ചെയ്യുക. അതായത് ഇവരുടെ അങ്ങ് ചവിട്ടി അരക്കുന്നത് പോലെയാണ്. അതായത് അതിലെ ഏറ്റവും വായിഫായ ആളുകളെ വിളിച്ചിട്ട് ഇവരുടെ മുന്നിലിട്ട് ചോദ്യം ചെയ്യുക. എന്നിട്ട് ചോദിക്കുക, അക്സം തുല്ലായനാലുഹുമുല്ലാഹു ഇബ്രാഹിം, നിങ്ങൾ ഒരു വകക്ക് കൊള്ളില്ല എന്ന് പറയുന്ന ആളുകളാണ് ഈ നിൽക്കുന്നവർ. നിങ്ങളന്ന് ഒരു വകക്ക് കൊള്ളില്ല എന്ന് പറയുന്ന ആളുകളാണ് ഈ നിൽക്കുന്നവർ. എന്നിട്ട് അന്ന് പറയുന്നു എന്നല്ല അവിടെ പറയണത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഉദ്ഖുലുൽ ജന്നത്ത ലാ ഖൗഫുൻ അലൈഹിം, ഇവരാ പറയണ. ആര് പറയണു? ഈ അറാഫുകാരായ ആളുകൾ പറയാണ്, നിങ്ങൾ സ്വർഗത്തിൽ കണ്ടു പോയിക്കോളി. എന്തുമാത്രം ഒരു അപമാനകരമായ രംഗമായിരിക്കും എന്നൊന്ന് നോക്കി നിങ്ങൾക്ക്. അവർക്ക് ഇതൊക്കെ, അതായത് ഈ നരകക്കാരാണെങ്കിലും സ്വർഗക്കാരാണെങ്കിലും സ്വർഗക്കാരെ പരമാവധി ആനന്ദിപ്പിക്കലും നരകക്കാരെ പരമാവധി ശിക്ഷിക്കലും ഇതിൻ്റെ സ്വഭാവമാണ്. അത് ഏതൊക്കെ നിലക്ക് ശിക്ഷിക്കാൻ പറ്റും വെച്ചാൽ അതൊക്കെ ശിക്ഷിക്കും. അപ്പോൾ ഈ നരകക്കാരുടെ നരകക്കാർ എപ്പോഴും മിക്കവാറും ഈ സ്വർഗക്കാരുടെ സുഖങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കും. സ്വർഗക്കാർക്ക് ചിലപ്പോൾ അങ്ങനെ കിട്ടിക്കൊള്ളുന്നില്ല. കാരണം അത് അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണമെങ്കിൽ ചിലപ്പോൾ അവർക്ക് മറക്കപ്പെട്ടു. പക്ഷേ ഈ നരകക്കാരെ ദുഃഖിപ്പിക്കാനുള്ള ഒരവസരവും ഒഴിവാക്കപ്പെടുകയില്ല. അപ്പോൾ അതിൽ പെട്ടതാണ് ഇതൊക്കെ. ഇവരിലൊക്കെ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഈ നരകത്തിലെത്തിയ ആളുകൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സഹതാപം വരുമല്ലോ എന്നുള്ളത്. അത് നമ്മൾ, കാരണം ഇവരുടെ ഏറ്റവും വലിയ ക്രൂരതയോട് കൂടിയിട്ടാണ് അവരും പ്രദർശിപ്പിക്കപ്പെടുക. അതും ഇതിലാണ്. അപ്പം നരകക്കാരായ ആളുകൾ, ഇപ്പോൾ നെതന്യാഹു തന്നെ അയാളുടെ ഭാര്യനെയും കുട്ടികളിലൊക്കെ ഇട്ടിട്ട് ക്രൂരമായി പീഡിപ്പിക്കണ ഈ നരകത്തിൽ തന്നെ കണ്ടാൽ നമ്മളെന്താ ഉണ്ടാകുക? അതായത് ഇവരുടെ ക്രൂരതയ്ക്ക് ഒരു കുറവും വരാതെയായിരിക്കും ഇവരെ അവിടെയും ഈ നരകത്തിലും സ്ഥാപിക്കുക. അവർ പരസ്പരം ആക്രോശങ്ങളും കൊലവിളികളും ക്രൂരതകളും നിറഞ്ഞ ഒരു ലോകത്താണ് അവരെ പറ്റി ഒരു സഹതാപമുണ്ടാകുന്ന ഒരവസ്ഥയും ഉണ്ടാവില്ല. കാണിച്ചാലും കാണിച്ചില്ലെങ്കിലും ഒക്കെ അത് അങ്ങനെ തന്നെയാണ്. ഇവരാണ് പറയുന്നത് ഉദ്ഖുലുൽ ജന്നത ലാ ഖൗഫുൻ അലൈക്കും, നിങ്ങൾ സ്വർഗത്തിൽ കണ്ടുപോയിക്കോളി. അവരുടെ മുന്നിൽ വെച്ചിട്ട് ഇവരുടെ സ്വർഗത്തിലേക്ക് ഇങ്ങനെയൊക്കെ കയറ്റി വിടണമെങ്കിൽ ഇത് ആർക്കാ പറ്റുക? അള്ളാഹ് എത്രമാത്രം അധികാരം കൊടുത്തിട്ടുണ്ടാവണം ഇങ്ങനത്തെ ആളുകൾക്ക്. അപ്പോൾ അതാണ് വല അന്തും തഹ്സനൂ, നിങ്ങൾ ഇനി അതിൻ്റെ പേരിൽ ദുഃഖിക്കണ്ട. കാരണം ഈ ശമനം എന്ന് പറയുന്ന സംഗതി എന്താ വെച്ചാൽ, മനുഷ്യർക്ക് ഈ ഷിഫ എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. നമ്മളിവിടെ ഏതൊരു പീഡനം നമ്മൾ അനുഭവിക്കുമ്പോഴും ഇങ്ങനത്തെ കുറേ സംഗതികളുണ്ട്. ഇപ്പോൾ ഖുർആനിൽ തന്നെ പറയുന്നതൊക്കെ, യാ അയ്യുഹന്നാസു ഖദ് ജാഅത്കും മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ എന്നാണ്. നിങ്ങൾക്ക് ഈ വരുന്ന ഈ ഖുർആനൊക്കെ ഉണ്ടല്ലോ, ഈ ഖുർആൻ നിങ്ങളുടെ ഹൃദയത്തിന് ശിഫയുമാണ്. കാരണം നമ്മളിത് പീഡനം അനുഭവിക്കുമ്പോൾ ഇത് അതിഗംഭീരമായൊരു ബോധമുള്ളവർക്കല്ലേ ഇതിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ആ പിടിച്ചു നിൽക്കാൻ ശരിക്കും ഈ രംഗം കാണുന്നുണ്ട്. ആ പിടിച്ചു നിൽക്കുന്നതെന്ന് ഈ രംഗം കാണുന്നുണ്ട്. അതാണ് ആ സിറിയയിലെ ആ കുട്ടി പീഡിപ്പിക്കുന്ന കുട്ടി വരെ ഞാൻ എൻ്റെ റബ്ബിനോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറയുകയാണെങ്കിൽ അത്ര വിശ്വാസമുള്ളൊരു കുട്ടിക്ക് അത് പറയാൻ പറ്റുള്ളൂ. നമുക്കുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ പരമാവധി ഇതൊക്കെ കയ്യിൽ നിന്ന് പോയി എന്നുള്ളതാണ്. ഈ വിശ്വാസം എന്ന് പറയുന്നത് കേവലമായൊരു ചടങ്ങ് മാത്രമായി. നമുക്കിതിനോട് ഉത്തമ ബോധ്യം, ആ യൂക്കിനോട് എന്ന് പറയുന്ന കാര്യം ഉണ്ടല്ലോ, ഈ ഖുർആൻ ഉപയോഗപ്പെടുക ആർക്കാന്നേ പറഞ്ഞ് യക്കീനുള്ളവർക്കാണ്. യക്കീനില്ലാത്തവർക്ക് ഈ ഖുർആനൊന്നും ഉണ്ടാവില്ല, ഈ ബോധ്യം ഉണ്ടാവില്ല, ഈ ഷിഫാവും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഷിഫായിനെ കുറിച്ച് ഖുർആനൊക്കെ പല വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ഷിഫാഉൻ വ റഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറ. ഇതൊക്കെ മുഅ്മിനീങ്ങൾക്ക് ഈ പറയുന്ന വാക്കൊക്കെ ഷിഫയാണ്. ഇതൊക്കെ ഷിഫയാണ്, അവൻ്റെ മനസ്സുകൾക്ക് ഷിഫയാണ്. ഇത് ഭൂമിയിലുമാണ്, ഇനി അവിടെ ചെന്നാലുള്ളതിനും അത് ഷിഫയാണ്. കാരണം അതൊക്കെ ആ ഷിഫയുള്ളത് കൊണ്ട് തന്നെയാണ് അയാളിതൊക്കെ സഹിക്കുന്നതും പിടിച്ചു നിൽക്കാൻ കഴിയുന്നതും. ഇനി കണ്ട, അവരെ ഇനി അകത്ത് കൊണ്ടുപോകുന്നത് യാചനയിലേക്കാണ്. അതായത് ഈ സ്വർഗത്തിൻ്റെ ആളുകളുടെ മുന്നിൽ യാചിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവരെ കൊണ്ടുപോവുക. വനാദ അസ്ഹാബുന്നാരി, ഈ നരകത്തിൻ്റെ ആളുകൾ വിളിച്ചു അസ്ഹാബൽ ജന്നത്തി, സ്വർഗത്തിൻ്റെ ആളുകളെ വിളിച്ചിട്ട് പറയാം, അന്നഫീദു അലൈനാ മിനൽ മാ, ഞങ്ങൾക്ക് നിങ്ങളുടെ ആ വെള്ളം കുറച്ചൊന്നും ഇങ്ങോട്ട് തരുന്നു. നിങ്ങളിഞ്ഞൊന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ ഈ വെള്ളം നിഷേധിക്കുന്ന, ഭക്ഷണം നിഷേധിക്കുന്ന ഈ ഗസക്കാർ
അവരുടെ മുന്നിലിട്ടിട്ട് ഇവരെ വെള്ളത്തിന് യാചിപ്പിക്കുന്ന ഒരു രംഗം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ. ഇതൊക്കെ നമ്മൾക്ക് ഇപ്പം ഇങ്ങനെ സങ്കല്പിച്ച് നോക്കാം. കാരണം ഇതിൻ്റെ ഈ മാർഗത്തിൽ നിൽക്കുമ്പോൾ ഈ കാഴ്ചയൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ കൊടുക്കേണ്ടതുണ്ട്. ഇതുണ്ടെങ്കിലേ അതിന് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഇത് അവിടെ ചെന്നിട്ടുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. ഇതിവിടെ ഈ വിശ്വാസികൾക്ക് ഈ ബോധ്യങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ രംഗമൊക്കെ ഇവിടെ നമ്മൾ സൃഷ്ടിച്ചിരിക്കണത്. അതാ ഞാൻ പറഞ്ഞത്, ഇത് ഈ ഗൈബും യാഥാർത്ഥ്യവും ഒക്കെ കൂടിക്കലർന്ന ഒരു രംഗം ഇവിടെ അങ്ങോട്ട് കൊടുത്തിട്ട് ഇത് ഇപ്പോൾ ഈ ഏകാന്തതയുടെ 100 വർഷങ്ങൾ എന്ന് പറഞ്ഞൊരു നോവലുണ്ട്, ബ്രിയ ഗാർസിയ മാർക്കേസിൻ്റെ. വായിക്കേണ്ട ഒരു നോവലാണ് അത്. അതിൽ ഈ മാജിക് റിയലിസം എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. അത് നമുക്ക് മനസ്സിലാവും, ഈ സങ്കല്പം ഇതൊക്കെ കൂടി എങ്ങനെ കൂടിക്കലർന്ന് എത്ര മനോഹരമാകുന്നു എന്ന്. അത് നമുക്ക് ഇതിങ്ങനെ ഈ ഭാഗം കാണുമ്പോൾ മാജിക് റിയലിസമാണോ ഇതെന്ന് തോന്നുന്നത്. മാജിക് റിയലിസം ഒന്നും ഇതിൻ്റെ ഒരു മൂലകൽക്കില്ല, അത് വേറൊരു കാര്യമാണ്. പക്ഷേ നമുക്ക് ഈ പരിചയമുള്ള ചെറിയ സംഗതികളുണ്ടല്ലോ, ആ നോവലൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ നമുക്കത് മനസ്സിലാവും അത് എന്താണ് ആ സങ്കേതം എന്നുള്ളതൊക്കെ. അതൊക്കെ അടുത്ത കാലത്ത് വന്നതാ. ഇതൊക്കെ ഏത് കാലത്താണ് ഈ മാജിക് റിയലിസം ഒക്കെ ഇതിന് വരേണ്ടത് എന്നുള്ളതാണ്. നഫീദു അലൈന മിനൽ മാ, ഈ വെള്ളത്തിൽ നിന്ന് കുറച്ച് ഞങ്ങൾക്ക് ഒഴുക്കിത്തരൂ. ഔ മിമ്മാ റസഖക്കുമുള്ള, അള്ള നിങ്ങൾക്ക് ഈ നൽകിയതിൽ നിന്ന്. അതായത് ഇവരത് കാണുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ നരകക്കാർ ഈ സ്വർഗ്ഗക്കാർക്ക് കൊടുക്കുന്ന സൗകര്യങ്ങളും സംഗതികളും ഒക്കെ അവരിങ്ങനെ കാണുന്നുണ്ട്. അതായത് അവരെ നിങ്ങൾ എപ്പോഴും കൊതിപ്പിച്ച് നിർത്തുകയാണ് അവരെ. അപ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചാൽ, ഇവിടുത്തെ ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഈ സംഗതികളൊക്കെ ഇത് അള്ളാഹു ഈ എല്ലാവർക്കുമായിട്ട് വെച്ചതാണ്. സവിശേഷമായിട്ടുള്ള സംഗതി എന്താ വെച്ചാൽ, സവിശേഷമായിട്ടുണ്ടായിരുന്നൊരു സംഗതി ഇത് വിശ്വാസികൾക്ക് വേണ്ടി മാത്രമാണ് എന്നുള്ളതാണ്. അത് ഖുർആനിൽ ഇങ്ങനെ പറയുന്നുണ്ട്. കുൽ മൻ, നമ്മൾ കുറച്ച് പഠിച്ചു കൊടുത്ത് മുമ്പാണ്. കുൽ മൻ ഹറമ സീനത്തല്ലാഹില്ലത്തി അഖ്റജ ലി ഇബാദിഹി വത്തയ്യിബാത്തി മിനർ റിസ്ക് എന്നാണ്. ആരാണ് അള്ളാഹു വെച്ച ഈ ആസ്വാദനങ്ങൾ നിങ്ങൾക്ക് തടഞ്ഞത്? അത് അള്ളാഹു അഖ്റജ ലി ഇബാദിഹി വത്തയ്യിബാത്തി മിന, ഈ നല്ല ഭക്ഷണം ഇതൊക്കെ അള്ളാഹു ഈ വിശ്വാസികൾക്ക് വേണ്ടി സൃഷ്ടിച്ചിട്ടുള്ള അവരാണ് അതിൻ്റെ യഥാർത്ഥ അഹിലുകാർ. അവരിൽ നിന്ന് അത് അന്യായമായി പിടിച്ചെടുത്തിട്ടാണ് നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഞങ്ങൾക്കത് തടഞ്ഞത്. അങ്ങനെയാണ് നിങ്ങൾ തടഞ്ഞത്. അങ്ങനെയാണ് ഇപ്പോൾ ഇവർക്ക് വെള്ളം കൊടുക്കാത്തതും ഇവർക്ക് ഭക്ഷണം കൊടുക്കാത്തതും, ഈ അന്യായം. പക്ഷെ അവിടെ അവർ ചോദിക്കുമ്പോൾ ഈ സ്വർഗത്തിൻ്റെ ആളുകൾ പറയുന്നത് ഖാലു ഇന്നല്ലാഹ ഹറമഹുമ, ഇവിടെ നിങ്ങൾക്കത് ഹറാമാ, അവിടെ ഞങ്ങൾക്കത് ഹറാമൊന്നല്ലായിരുന്നു, അള്ളാഹ് വിലക്കിയതല്ല, നിങ്ങൾ വിലക്കിയതാണ്. ഇവിടെ പക്ഷേ ഞങ്ങൾ നിങ്ങൾക്ക് തരാൻ വിചാരിച്ചാലും നടക്കില്ല എന്നാണ്. ഞങ്ങൾ നിങ്ങൾക്ക് തരാൻ വിചാരിച്ചാലും, കാരണം ഇത് വിലക്കിയേക്കുന്നത് അള്ളയാണ്. അതുകൊണ്ട് ഇത് കാഫിരീങ്ങൾക്ക് ഇവിടുത്തെ ഈ സ്വർഗത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും വിലക്കപ്പെട്ടതാണ്. അതാണ് ഹിജാബ്, അതാണ് ബൈനഹുമാ ഹിജാബ്. അതവിടെ കണ്ട് കേട്ട് ഉണ്ട് എന്നുള്ളതുകൊണ്ടൊന്നും സാധനം കിട്ടില്ല. ഹിജാബ് ഉണ്ട്, വേർതിരിക്കപ്പെട്ടതാ. അതിക്രമിച്ച് കിടക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി നടക്കുകയേ ഇല്ല. ഇനി അവർ ഈ അവസ്ഥയിലേക്കൊക്കെ എത്തിപ്പെട്ടതിൻ്റെ അടിസ്ഥാന കാരണം പറയാം. അതുകൂടി പറയുമ്പോഴാണ് നമ്മളിതിൻ്റെ ശരിക്ക് സംഗതി എന്താണെന്ന് മനസ്സിലാവുക. അത് അല്ലദീനത്തഹദു, ഇതൊന്നും വെറുതെ അവർ എത്തിപ്പെട്ടതോ അബദ്ധത്തിലെത്തിപ്പെട്ടതോ അറിവില്ലാതെ എത്തിപ്പെട്ടതോ ഒന്നുമല്ല. അവർ ഇത്തഹദു ദീനഹും, അവരുടെ ദീനിനെ സ്വീകരിച്ചു. ഈ ദീന് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ മനസ്സിലാക്കണം. നമ്മൾ വിചാരിക്കുന്നത് എന്താ, ഈ ദീന് എന്ന് പറയുമ്പോൾ നമ്മളെന്താ മനസ്സിലാവുക? അതായത് നമ്മളുടെ ഒരു ലക്ഷ്യവും മാർഗവുമുണ്ട്. നമുക്കൊരു ലക്ഷ്യവുമുണ്ട്. മനുഷ്യനാണെങ്കിൽ അതിനൊരു ലക്ഷ്യവുമുണ്ട്, ഒരു മാർഗവുമുണ്ട്. നമ്മളുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ പ്രീതിയാണ്. മാർഗമോ ഇത്തിബാഉ റസൂലാണ്. അതാണ് നമ്മുടെ ദീൻ. അതാണ് നമ്മുടെ ദീന്. ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പറയുമ്പോൾ അയാൾക്ക് അയാളുടെ ദീനുണ്ട്, എനിക്ക് എൻ്റെ ദീനുണ്ട്. നമ്മളുടെ ദീൻ ഇസ്ലാമാണ്. അള്ളാഹുവിന് സമർപ്പിക്കുക, അള്ളാഹുവിന് പരിപൂർണമായി സമർപ്പിക്കുക. അതെങ്ങനെ സമർപ്പിക്കുക? റസൂലിൻ്റെ കാണിച്ചു തന്നതുപോലെ സമർപ്പിക്കുക. അതാണ് നമ്മുടെ ദീൻ. അവരുടെ ദീൻ എന്ന് പറയുന്നത് അവരുടെ ലഘുവാണ്. ലഘുവ് എന്ന് പറഞ്ഞാൽ അവർ ആനന്ദം എടുക്കുക, ലൈബ്, അതിനു വേണ്ടി മത്സരിക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ അവർക്ക് ഭൗതിക ജീവിതം മാത്രമേ അവരുടെ പരിഗണനയിലുള്ളൂ. ആ ഭൗതിക ജീവിതത്തിലെ ആനന്ദങ്ങൾ എങ്ങനെ എടുക്കണം? അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എന്താ പറയുകയെന്ന് ചോദിച്ചാൽ, ഈ
നമ്മളുടെ തന്നെ ഈ ജീവിതത്തിന് രണ്ട് സംഗതികളുണ്ട്. ഒന്ന് ഉള്ളുണ്ട്, ഒന്ന് പുറമുണ്ട്. അപ്പം നമ്മൾ ഈ ഉള്ള് എന്ന് പറയുന്നതിനെ നമ്മൾ ആത്മീയം എന്ന് പറയും. നമ്മൾ വിചാരിച്ചിരിക്കണ ഈ ആത്മീയം എന്ന് പറയുമ്പോൾ അത് പരലോകം എന്നല്ല. അത് നമ്മളുടെ സുഖമെടുക്കുന്ന മറ്റൊരു തല. പുറത്തുനിന്നുണ്ട് സുഖം, അകത്തുനിന്നുണ്ട് സുഖം. പുറത്തത്തെ സുഖത്തിനും നമ്മൾ ആരനെ അവലംബിക്കുക? ശൈത്താനെ അവലംബിക്കും, അതായത് നമ്മുടെ ഇഷ്ടങ്ങളെ. അകത്തത്തെ സുഖം കിട്ടാനും നമ്മൾ അതിനെ തന്നെ അവലംബിക്കും. അപ്പോൾ അകത്തുള്ള സുഖം എന്ന് വിചാരിക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇത് പരലോകവുമായി ബന്ധപ്പെട്ടാണെന്ന്. അതായത് അതിനും അതിൻ്റേതായ ആസ്വാദനങ്ങളുണ്ട്. അതായത് നമ്മൾ ആത്മീയമായ ധ്യാനം, അത് ഇത് യോഗ, അത് ഇതെന്നൊക്കെ പറയുമ്പോൾ അതിനും അതിൻ്റേതായ ഒരു ആസ്വാദനമുണ്ട്. പക്ഷെ മനുഷ്യന്മാർ പെട്ടെന്ന് തെറ്റിദ്ധരിക്കും ഇത് ദൈവവുമായി ബന്ധപ്പെട്ടാണ്, ഇത് അള്ളാഹുവുമായി ബന്ധപ്പെട്ടത്, അതുകൊണ്ടാണ് ആസ്വാദനം കിട്ടുന്നത്. അങ്ങനെയല്ല. അപ്പം നമ്മൾ ഭൗതികമായിട്ട് ഈ രണ്ടുമുണ്ട്, ഉള്ളുണ്ട് പുറമുണ്ട്. ഇതിൽ രണ്ടും ഹിദായത്തുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പുറത്തേക്കുണ്ട് ഹിദായത്ത്, ഈ അകത്തേക്കുണ്ട് ഹിദായത്ത്. അള്ളാഹുവിൻ്റെ ഹിദായത്ത് ഇത് രണ്ടുമുണ്ട്. നമ്മളോട് നേരത്തെ സുഖം എടുക്കാൻ പറഞ്ഞെന്താ? ഇന്ദക്കുല്ല മുസ്ലിം മസ്ജിദിൻ, അതായത് സുജൂദ് അള്ളാഹുവിന് സമർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ആസ്വാദനം എടുക്കേണ്ടത്. അത് പുറത്തുനിന്നാണെങ്കിലും അകത്തുനിന്നാണെങ്കിലും. ഇവിടെ എന്താ ഉണ്ടാകുക എന്ന് ചോദിച്ചാൽ, ഇവിടെ ഈ അകത്തേക്കും പുറത്തേക്കും അവരെടുക്കുന്നത് അവരുടെ ഇച്ഛകളാണ്. അതിന് അവർക്ക് മാർഗദർശനം കിട്ടുക എവിടുന്ന? ശൈത്താനിൽ നിന്നാണ്. അപ്പോൾ അതായത് രണ്ട് മാർഗങ്ങളാണ്. അവരുടെ ദീനി ഈ ഭൂമിയോടുകൂടി അവസാനിക്കും. ഭൂമിയോടുകൂടി അവസാനിക്കുമെങ്കിൽ അള്ളാഹുടെ ഹിദായത്തൊന്നും പിന്നെ ആവശ്യമില്ല. അത് ഇവിടെ തന്നെ അവിടെ ഒപ്പിച്ചെടുത്താൽ മതി. അതാണ് ഇപ്പോൾ ഈ അർഹതയുദ്ധമുള്ള അതിജീവിക്കുന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതികൾ. അത് ആർക്കാണോ അർഹത അവരങ്ങ് നേടിയെടുത്തോളും. പരലോകത്തേക്ക് പോകേണ്ട കാര്യമൊന്നും ഇല്ലാച്ചുകൊണ്ട് ഇവിടെ അവസാനിക്കുമ്പോൾ ഇവിടെ അവസാനിക്കും. ഇപ്പോൾ എത്ര നീണ്ടാലും കുറച്ച് കാലമല്ലേ ഇത് ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ പരലോകം എന്നുള്ളവർക്ക് അത് പറ്റില്ല. അത് അള്ളാഹുവിൻ്റെ തൃപ്തി അറിയണം, അള്ളാഹുവിൻ്റെ മാർഗദർശനവും ഉണ്ടാവണം. അതാണ് നമ്മൾ ഇത്തിബാഉർ റസൂൽ എന്ന് പറയുന്നത്. ഇവിടെ വഗറത്തുഹുമുൽ ഹയാത്തു ദുന്യ, അവരുടെ ഹയാത്ത്, അവരുടെ ദുന്യാവിലെ ജീവിതം അവരുടെ വഞ്ചിച്ച് കളഞ്ഞു. അവർ മനസ്സിലാക്കിയ എന്താ ചോദിച്ചാൽ ഇത് മാത്രമേ ഉള്ളൂ. ഒരു പേരിനൊരു പരലോക വിശ്വാസം, അതായത് ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടൊരു പരലോക വിശ്വാസം, അതൊന്നും അള്ളാഹുടെ അടുത്ത് സ്വീകരിക്കപ്പെടുന്നതല്ല. ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ളൊരു പരലോക വിശ്വാസം അള്ളാഹുടെ അടുത്ത് സ്വീകരിക്കപ്പെടില്ല. അള്ളാഹുടെ അടുത്ത് സ്വീകരിക്കപ്പെടുന്ന പരലോക വിശ്വാസം എന്ന് പറഞ്ഞാൽ ഉത്തമ ബോധ്യമാണ്. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതേ അള്ളാഹ് സ്വീകരിക്കുള്ളൂ. അതിനെയാണ് നമ്മൾ ഈ യക്കീൻ എന്നും പറയാം. ഇവരെ അവിടെ വഞ്ചിച്ചു കളഞ്ഞു. ഇവർ ഈ ഭൗതിക ജീവിതം, അതിൻ്റെ ആസ്വാദനങ്ങൾ, അതിൻ്റെ ആനന്ദങ്ങൾ, അതിനു വേണ്ടിയുള്ള പരിപാടികൾ, മത്സരങ്ങൾ, കളികൾ, അങ്ങനത്തെ സംഗതികളിൽ മുഴുകി. അതുകൊണ്ടാണ് ഫൽ യൗമ നൻസാഹും, അവർ ഈ പരലോകം എന്ന് പറയുന്നതിനെ അങ്ങ് പരിഗണിക്കാതെ അവഗണിച്ചു വിട്ടു. പരലോകത്ത് ഇത് അള്ളാഹുവിൻ്റെ അടുത്ത് മറുപടി പറയേണ്ടി വരുന്നൊരു വിഷയമാണെന്ന് അവർക്ക് തോന്നിയില്ല. അവരിത് ഏത് പേരിൽ അറിയപ്പെട്ടാലും, ഇപ്പം മതത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നതും ഇവരുടെ ആത്യന്തിക ലക്ഷ്യം ഈ ഭൗതികതയാണ്. അതുകൊണ്ടാണ് റസൂലിൻ്റെ മുടി കഷ്ണാണെന്നും പറഞ്ഞ്, വടിയുടെ കഷ്ണമാണ്, ചെരുപ്പിൻ്റെ കഷ്ണമാണ്, പാത്രമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ 14 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് കാശ് വാരണ പരിപാടിയാണ്. പറയുന്നത് ദീനാണെന്നാണ് പറയാം. എന്നാൽ അവർക്ക് തന്നെ അറിയാം അത് ദീനല്ലാന്ന്. അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ലഹുവും ലാഹിബുമാണ്. ഭൗതികമായ ആസ്വാദനങ്ങൾ എടുക്കുക, അത് എന്ത് പേര് പറഞ്ഞിട്ടാണ് കിട്ടണമെന്ന് വെച്ചാൽ ആ പരിപാടിയിൽ ചെയ്യും. അതാണ് ഇബ്ലീസിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. ആദമിനെ തെറ്റിക്കാൻ വന്നത് ഇബ്ലീസായിട്ടല്ലല്ലോ. അതാണിപ്പോൾ നമ്മൾ ഇന്നലെ കണ്ടത്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വഫാത്തിൽ ദുഃഖിക്കാതെ അടിച്ചു പൊളിച്ച് ആഹ്ലാദിക്കുന്ന ഒരു കൗമ് ഏത് കൗമാവും? അള്ളാഹുവിൻ്റെ മുന്നിൽ നാളെ അതിന് മറുപടി പറയേണ്ടെന്ന് പറയുന്ന ഏതെങ്കിലും നിലയ്ക്ക് ഒരു ചെറിയ വിശ്വാസം ഉണ്ടെങ്കിൽ അയാൾക്കത് ചെയ്യാൻ കഴിയുമോ? അത് ചെയ്യാൻ കഴിയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മുടെ ഈ പള്ളികളിൽ, മിക്കവാറും പള്ളികളിൽ, എപിയുടെ പള്ളികളിലല്ല, ഈ സമസ്തക്കാർ EK വിഭാഗം എന്ന് പറയുന്ന ഈ പള്ളികളിൽ അവർ പാരായണം ചെയ്യുന്ന നബാത്തി ഖുത്ബ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഈ റബീഉൽ അവ്വൽ മാസത്തിൽ 5 ഖുത്ബകളുണ്ട്. അതിൽ ആ 5 ഖുത്ബകളിൽ 2 വഫാത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മീലാദുൻ നബി ജയിൽ. ഇവർ തന്നെ, കാരണം എന്താ വെച്ചാൽ അതെങ്കിലും ഇവർക്കൊന്ന് പറഞ്ഞു കൊടുക്കായിരുന്നില്ലേ? ആ ഖുത്ബയെങ്കിലും ഈ ആളുകൾക്കൊന്ന് പറഞ്ഞു കൊടുക്കായിരുന്നില്ലേ? ഈ മൂല്യാർക്ക് പറഞ്ഞു കൊടുത്തുകൂടെ? ഇതിൽ വഫാത്തുൻ നബി അല്ലോട്ടാ, മീലാദുൻ നബി ഇല്ലാന്ന്. എന്താ പറഞ്ഞു കൊടുക്കാത്തത്? ലഹുവും വലൈബും. അവരുടെ ഉന്നൽ ലഹുവാണ്, ലൈബാണ്. ഈ സാധാരണ മനുഷ്യരെ ഈ ഇതിൽ, അതാണ് നേരത്തെ പറഞ്ഞത്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ഇത് വക്രീകരിച്ച് തെറ്റിക്കുക. വെറുതെ അല്ല അവർ ഈ നരകത്തിലെത്തിയെന്ന്, വെറുതെ അല്ല, അറിവില്ലാതൊന്നുമല്ല.
കലിപ്പിച്ചു കൂട്ടി. ഈ മൈലിയന്മാർക്ക് അറിഞ്ഞൂടെ? ഈ കാലാകാലത അറിയണവർക്ക് വഫാത്തുൻ നബി പറഞ്ഞിട്ടുണ്ട്. ഈ വഫാത്തുൻ നബിയാണ് ഇവിടെ പറയേണ്ടത്, ഇന്നത്തെ ദിവസം നമ്മൾ പറയേണ്ടത് അതാണെന്ന് എന്തുകൊണ്ട് ഇവർക്ക് അറിഞ്ഞൂടാ? അതറിയാതെ ഒന്നുമല്ല. അതാണ് കലിപ്പിച്ചു കൂട്ടി വക്രീകരിച്ചു കൊണ്ടാണ് ഇവർ ഈ ദീനിനെ, അതാണ് അവരുടെ ദീന്. അതുകൊണ്ടാണ് അൽയൗമ നൻസാഹും, ഇന്ന് ഞാൻ അവരെയും അതേപോലെ അവണിക്കും, കമാനസൂലിക്കായോമീനാഥ, ഈ ഘട്ടത്തിനെ കണ്ടുമുട്ടുമെന്ന് എങ്ങനെ അവർ വിസ്മരിച്ചോ? ഇത് മറക്കലല്ല, അതേ ഞാൻ പറയും, ഇത് മറവിയല്ല. മറവിക്കൊന്നും അല്ല ശിക്ഷിക്കാറില്ല. ഇത് കലിപ്പിച്ചു കൂട്ടി അങ്ങ് വേണ്ടെന്ന് വെക്കുന്നതാണ് ഈ അറബിയിലെ നസിയ എന്ന് പറയുന്നത്. സാധാരണ ഭാഷയിൽ അതിന് മറക്കുക എന്നൊക്കെ പറയും. മറിയം ബീവി പറയുന്നുണ്ടല്ലോ, കുൻതു നസിയൻ മൻസിയാന്ന്, ഞാൻ എന്നെ അങ്ങ്, അതായത് അള്ളാഹു ഈ ദൗത്യത്തിന് എന്നെ തിരഞ്ഞെടുക്കാതിരുന്നെങ്കിൽ എന്നാണ് പറയണത്. കാരണം അത്രയും കട്ടപ്പാടാണ് അത് അനുഭവിക്കണത്. അതാണ് ഈ നസിയ. അതുമാതിരി ഞാൻ നിങ്ങളെയും വിസ്മരിക്കും. വമാ കാനൂബി ആയാത്തിനായ ജഹദൂ, ഞാൻ ഈ പ്രപഞ്ചത്തിലും നിങ്ങൾ സ്വന്തത്തിലും പ്രമാണത്തിലും ബുദ്ധിയിലും യുക്തിയിലും ഒക്കെ വെച്ച് തന്ന ഈ ആയാത്തുകളെ മുച്ചൂട് നിഷേധിച്ചുകൊണ്ടേ ഒരു മനുഷ്യർക്കും ഇതിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ. നമ്മളുടെ ഏറ്റവും മുന്നിൽ ഈ ആയത്തുകളൊക്കെ നമ്മളുടെ ഈ നടക്കുന്ന സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ നോക്കിയ ഓരോ മഹല്ലുകളിലും 99.9 അപ്പുറം ആളുകൾ ഈ വിഡ്ഢിത്തത്തിൽ പോയി കൊടുങ്ങുന്നു. ഒരാൾക്കും ചോദിക്കാൻ തോന്നണില്ല, ഇന്ന് റസൂല് വഫാത്തായ ദിവസമല്ലേന്ന്. റസൂല് ജനിച്ച ദിവസത്തിൽ പല അഭിപ്രായങ്ങളുണ്ട്. റസൂല് അതിൻ്റെ ഡേറ്റോ വർഷമോ പറഞ്ഞിട്ടില്ല. റസൂൽ ആകെ പറഞ്ഞത്, ഞാൻ ജനിച്ചത് തിങ്കളാഴ്ചയാണ്, അതുകൊണ്ട് കൂടി നിങ്ങളതിൽ നോമ്പ് നോക്കിക്കൊള്ളുന്ന. എന്നാൽ വഫാത്തായ ദിവസമോ അത് ഇന്നാണെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മളുടെ ആരെങ്കിലും കുട്ടികളുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ ഈ മെയിലിയരോട് ചോദിച്ചാൽ പറയും, അത് യഹൂദ നസാറാക്കളുടെ പരിപാടി ഞങ്ങൾ ചെയ്യരുത് എന്ന്. അപ്പോൾ റസൂലിൻ്റെ സാധനം ചെയ്യാമെന്ന് വിചാരിച്ചാൽ പിന്നെ സുന്നത്തായില്ലേ? എല്ലാവർക്കും ചെയ്തോട്ടെ. ഇതെന്തൊരു വിരോധാഭാസം! ഈ സാധാരണ മനുഷ്യരെന്താ ഇത് ചോദിക്കാത്തത്? ഇവരുടെ തലക്കകത്തുള്ള സാധനം ഇവിടേക്കേ പോയത്. അതാണ്, ഇതൊന്നും ഉപയോഗിച്ചില്ല. അള്ളാടെ അടുത്ത് നാളെ നമ്മളും മറുപടി പറയേണ്ടത്. മെയിലിയറുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മെയിലിയർക്ക് ഇരട്ടി കിട്ടിക്കോളും. പക്ഷേ നേരത്തെ പറഞ്ഞിട്ട് എല്ലാവർക്കും കിട്ടും ഇരട്ടിന്ന്. നമ്മൾ നമ്മുടെ അടുത്ത തലമുറക്കും കൊടുക്കുന്നത് ഈ ഇരട്ടി കിട്ടാനുള്ള പരിപാടിയാണ്. നമുക്കെങ്കിലും ഒന്ന് ആലോചിച്ചുകൂടെ, ഇതെന്താ ഈ കാട്ടിക്കൂട്ടണമെന്ന്? എത്ര പണമാണ് ഇതിൻ്റെ പേരിൽ ഈ ചിലവഴിക്കണമെന്ന്? ഇന്നിനിയിപ്പോൾ എന്തൊക്കെ ഉണ്ടാക്കണ്? എത്ര ഇബാദത്തുകൾ അവരിതിൻ്റെ പേരിൽ ഉണ്ടാക്കിയത്? മൗലൂദ്, റാത്തീബ്, ഖബർ സന്ദർശനം, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെല്ലാം ഉണ്ടാക്കി. അത് ചിലവർക്ക് സുബൈൻ്റെ മുമ്പേ തന്നെ മൗലൂദ് ഓതണം, ചിലവർക്ക് ശേഷേ പാടുള്ളൂ. റസൂല് മുമ്പേ പിന്നെ ജനിച്ചു എന്നുള്ള സംശയത്തിൻ്റെ പേരിലാണ്. അതായത് ഇവർ തന്നെ എന്തൊക്കെ ഉണ്ടാകണം, ഇനിയും ഇതിൻ്റെ പേരിൽ എന്തൊക്കെയാണ് ഉണ്ടാകുക എന്ന് ആർക്കറിയാം. അതായത് നമ്മൾ ഓരോന്നും തുടങ്ങുമ്പോഴും നമ്മളുടെ മക്കൾക്ക് വരെ നമ്മൾ ഒരു ആചാരം കാണിച്ചു കൊടുക്കുമ്പോൾ അത് അവരുടെ മനസ്സിൽ കിടക്കുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. അള്ളാഹുടെ മുമ്പിൽ അതിന് മറുപടി പറയേണ്ടി വരും. ഓഞ്ഞ് പരമാവധി വിദേഹത്തിൻ്റെ ആളായ അയാൾക്ക് കിട്ടണതിൻ്റെ ഒരു അംശം നമുക്കും കിട്ടും. അതൊന്നും ഇവിടേക്കും പോവില്ല. ഇതൊക്കെ നമ്മൾ സാധാരണക്കാർ ചിന്തിക്കേണ്ടതാണ്. കാരണം മറ്റൊരു കൽപ്പിച്ചു കൂട്ടി അതിൻ്റെ ബെനിഫിറ്റ് എടുക്കുന്നവരാ. ഈ സാധാരണക്കാർക്ക് ഇതിൻ്റെ ബെനിഫിറ്റൊന്നും കിട്ടുന്നില്ല. അവരാണ് ശരിക്കും ഇത് ശ്രദ്ധിക്കേണ്ടത്. അവരുടെ ആ ശ്രദ്ധ ഇതിലേക്കൊന്നും വന്നില്ലെങ്കിൽ ഇതിങ്ങനെ ഒഴുകിപ്പോവും. നമ്മൾ അവസാനം എത്തിപ്പെടുക എന്ന് ചോദിച്ചാൽ ഈ ഹിദായത്തിൻ്റെ ആളുകൾ നമ്മളാണെന്നുള്ള ഇതിൽ നിന്ന് നമ്മൾ മുച്ചൂടും അങ്ങ് എടുത്തു മാറ്റപ്പെട്ട പിന്നെ നമുക്ക് ആയുസ്സുണ്ടാവില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ ലോകം അവസാനിപ്പിക്കപ്പെടും. വേറൊരു ഉമ്മത്ത് നമുക്ക് ഇനി വരാനില്ല. നമ്മൾ അവസാന ഉമ്മത്താണ്, അവസാന റസൂലാണ്, അവസാന ഉമ്മത്താണ്. നമുക്കിവിടെ നിർത്താം. വാഹിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.